ചില ചിന്തകളെ ഒന്നിച്ച് പങ്കുവച്ച കർത്താവിൽ ശരണപ്പെട്ട ചില വചനങ്ങളെ വായിച്ചുകൊണ്ട് ചിന്തിക്കാം. മനസ്സ് ഏകാഗ്രമായി ദൈവത്തിന്റെ എല്ലാവരും ആയിരിക്കണമേ എന്ന ആത്മാവിൽ പ്രബോധിപ്പിക്കും. നമ്മളെല്ലാം മനുഷ്യരാ, ബലഹീനരാ, കുറവുള്ളവരാ. നമ്മുടെ കുറവുകളെ നാം കണ്ടെത്തി ഏറ്റുപറയുമ്പോഴാകുന്നത്. നാം സ്വയം നീതീകരിക്കാൻ പോയാൽ നമുക്ക് വിടുതൽ കിട്ടത്തില്ല. ഞാൻ അവഗണിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കുക എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് എല്ലാവരും അകലുന്നത്, അവഗണിക്കുന്നത്? ചിന്ത എന്റെ ഉള്ളിൽ വരും. ഞാൻ ചെയ്യുന്ന സ്വയം ശോധന ചെയ്യും. എന്റെ ജീവിതത്തിന്റെ കുറവാണോ, ഇടപെടേണ്ട മോശം കൊണ്ടാണോ, സ്നേഹക്കുറവ് കൊണ്ടാണോ, എന്തെങ്കിലും വന്നതുകൊണ്ടാണോ എന്നുള്ളത് ഞാൻ സ്വയമായി ശോധന ചെയ്തിട്ട് എന്നിൽ വന്ന എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതല്ലെങ്കിൽ ഞാൻ ആ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കും. കർത്താവിഷ്ടം പോലെ ആയിക്കോട്ടെ വിചാരിക്കും. നമ്മുടെ കുറവാണെങ്കിൽ നമ്മൾ മുഖാന്തരമായിട്ട് ആരും നമ്മൾ നകർന്നു പോകരുത്. ദൈവസ്നേഹം വർദ്ധിച്ചു വരികയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് വിട്ടുപോകുന്നത്, അത് സന്തോഷമാണ്. അത് ദൈവം അവരുമായി തീർക്കട്ടെ എന്ന രീതിയിൽ ഞാൻ വിട്ടുകളയുകയും ചെയ്യും. ആദ്യം പിന്നാലെ പോകാറുമില്ല. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ദൈവചിന്തയ്ക്ക് ആധാരമായ ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. അവരിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളിച്ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകാൻ അതാരാണ് എന്നുള്ളത് 9-ാം അധ്യായത്തിന്റെ ഞാൻ വായിച്ചത് 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. അതാരാകുന്നു എന്നുള്ളത് അതിന്റെ 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ സിയോനിൽ ഇടച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. പഴയ നിയമത്തിൽ ആ പ്രവാചകൻ പ്രവചിച്ച അത് അവൻ ആരാകുന്നു എന്നുള്ളത് യേശുക്രിസ്തു ആകുന്നു എന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായ രീതിയിൽ റോമയിലുള്ള ക്രിസ്ത്യൻ സഭയോട് താൻ ദൂതറിയിക്കുക. ആരാണ് യേശുക്രിസ്തു? അപ്പോൾ ക്രിസ്തു സിയോനിൽ ഇടച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവൻ വിശ്വസിക്കുന്നു. ചിലർക്കൊക്കെ തടങ്കൽ പാറയും ഇടച്ചക്കല്ലുമായി തീർന്നെങ്കിലും അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ വിശ്വാസം വർദ്ധിക്കുന്നത് എന്നുള്ളത് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. ഞാൻ 2 സന്ദർഭങ്ങളെ എടുത്ത് ഈ കേൾക്കുന്ന വാർത്ത കൊണ്ട് ഉണ്ടാകുന്ന വിശ്വാസവും കേൾക്കുന്ന വാർത്ത കൊണ്ട് മനുഷ്യന്റെ മനസ്സിടിഞ്ഞ് ഉരുകിപ്പോകുന്നതിനെ കുറിച്ചുമുള്ള സന്ദേശമാണെന്ന് കൈമാറുന്നത്. നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സൊരുക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളെ അതിധൈര്യപ്പെടുത്തുന്നതായിരിക്കും. ഇത് രണ്ടും അപകടകരമാകും. രണ്ടും കാര്യങ്ങളെ യഥാവിധം മനസ്സിലാകാതെ ചിലതിൽ നാം അങ്ങ് അമിതമായി വിശ്വസിച്ച് അങ്ങ് പോകരുത്. അതുപോലെ തന്നെ ചില വാർത്തകൾ കേട്ട് നാം വല്ലാതെ നിരാശരായി തീർന്നും പോകരുത്. നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി, ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. മാത്രമേ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരതയോടെ നിന്ന് ലജ്ജിച്ചു പോകാതിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ലജ്ജിച്ചു പോയ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ലജ്ജിക്കുമോ എന്ന് തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളും അതിനുള്ള സന്ദർഭങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ദൈവത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സന്ദർഭങ്ങളെ ഞാൻ വേഗത്തിൽ
നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കാൻ കർത്താവ് താല്പര്യപ്പെടുക. ഒന്ന്, ഈ കേൾക്കുന്ന വചനം, വാക്കുകൾ നമ്മൾ എത്ര ശക്തിയോടെ മുമ്പോട്ട് പോകുമ്പോഴും ചില വാക്കുകൾ നമ്മളെ, ചിലരുടെ സംസാരങ്ങൾ നമ്മളെ തളർത്തിക്കളയും. അത്തരം വാക്കുകൾക്ക് സ്ഥാനം കൊടുക്കരുത് ദൈവസഭയ്ക്കകത്ത്, ദൈവമക്കൾക്കകത്ത്. അത് നമ്മളെ വല്ലാതെ പരാജിതരാക്കി തീർക്കും. കർത്താവിൽ വിശ്വസിക്കണം. എന്റെ ദൈവം എനിക്ക് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു വിശ്വാസം ദൈവമക്കൾക്ക് എപ്പോഴും അകത്തുണ്ടായിരിക്കണം. മറ്റുള്ള വാക്കുകൾ ചില പറയുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, ചില എതിര് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുമെന്നാണെങ്കിൽ അത് നമുക്ക് സ്ഥിരതയോടെ പോകാൻ കഴിയത്തില്ല. എന്നാൽ ഒരു വിശ്വാസം സംബന്ധിച്ച് അവന്റെ അകത്ത് രൂഢമൂലമായിരിക്കുന്ന ഒരു വിശ്വാസം അത് ഞാൻ പോവുകയില്ല എന്നുള്ള ഒരു വിശ്വാസം ഇന്ന് ഈ പകൽ സമയത്ത് ദൈവമക്കൾക്ക് ഉണ്ടാകണം. കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തുയേശുവിന്റെ വചനം പ്രത്യാശ നൽകുന്ന വചനമാണ്. ആ വചനത്താൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ലജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നാം ലജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സന്ദർഭങ്ങളെ നാം വിലയിരുത്തി പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ വാക്കുകൾ കൊണ്ട് ഒരു ജനതയെ മുഴുവനും കണ്ണുനീരാഴ്ത്തിയ സംഭവം നമുക്കറിയാം. ചിലരുടെ 10 പേരുടെ വാക്കുകൊണ്ടാണ് സംഭവിച്ചത്. ഏകദേശം 25 ലക്ഷത്തിലധികമുള്ള ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അത്രയും ജനത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടി കേവലം 10 പേർ മതിയായിരുന്നു. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ തളർത്തിക്കളയാൻ, പിന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു സമൂഹം ആവശ്യമില്ല. ചുരുക്കം ചില പേർ മാത്രം ഉദ്ദേശിച്ചാൽ, ചിലരെ ശത്രു കരങ്ങളിലെടുത്താൽ അവർ മാത്രം മതി നമ്മുടെ വിശ്വാസം ഇല്ലാതാക്കി കളയാനായിട്ട്. അറിയാവുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞത്. ഈ മോശയുടെ നേതൃത്വത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ദൈവജനം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും മരുഭൂമിയിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകി പോറ്റി പുലർത്തിക്കൊണ്ടുപോകുമ്പോൾ ഈ ജനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മോശ ദൈവഗത പ്രകാരം മുൻപോട്ട് പോകുമ്പോൾ അവന്റെ വാക്കിന് കേൾക്കാതെ, അവനോട് ചേർന്ന് നിൽക്കാതെ ചിലർ, കേവലം 10 പേർ അവിടെ എഴുന്നേറ്റപ്പോൾ അത് ഒരു വലിയ മടങ്ങിപ്പോക്കിന്, തിരിച്ചുപോക്കിനുള്ള ആക്കം കൂട്ടിയെന്നാണ് ഈ സംഖ്യാപുസ്തകം 13-14 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പായിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. കർത്താവ് മോശ പറഞ്ഞു, കരുതി ചില ആളുകളെ അയക്കേ. ദൈവം അതങ്ങനെ ചെയ്തത് ഇവര് വരുന്ന ആ റിപ്പോർട്ട് നെഗറ്റീവ് ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം അവരെ അയച്ചത്. കാരണം ഇങ്ങനെ ഒറ്റുനോക്കാതെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ, ഒരു ഒരുക്കത്തോടെ അല്ല ചെല്ലുന്നെങ്കിൽ അധികായന്മാരായവരൊക്കെ കാണുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? അവിടെ തിരിച്ചോടും. അങ്ങനെ ഓടാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു, ഇവരെ അയക്കുക. ഇവർക്ക് എത്രമാത്രം അത് ചെന്നിട്ട് കണ്ടിട്ട് അതിന്റെ അനുഭവം എന്താണ്, അവിടെയുള്ള സ്ഥിതി എന്താണ് എന്ന് നോക്കി മടങ്ങി വരാൻ പറഞ്ഞു. അത് ഓരോ ഗോത്രത്തെ ഓരോരുത്തരും പ്രമുഖന്മാരായിരിക്കണം. അങ്ങനെ മോശയോട് കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെ ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ 12 പ്രമുഖന്മാരെ, പ്രമാണികളായിരിക്കുന്ന ഓരോ ഗോത്രത്തിന്റെ പ്രമാണികളായിട്ടുള്ളവരെ തെരഞ്ഞെടുത്ത് അവരെ ഈ കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് അവരെ അയച്ചു.
ആ പേരൊക്കെ അവരോട് ചെന്നു. അത് ബൈബിൾ ചരിത്രമായതുകൊണ്ട്, കഥയല്ലാത്തതുകൊണ്ട് പേര് സഹിതം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പേര് സഹിതം രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പുസ്തകമുണ്ട് തിരുവചനം മാത്രമേ. ഒന്നാം മനുഷ്യന്റെ പേര് മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന് പലർക്കും അറിയാതിരിക്കുമ്പോൾ, പല മതങ്ങൾക്കും പല സംഗീതങ്ങൾക്കും അറിയാതിരിക്കുമ്പോൾ നമുക്കറിയാം ഒന്നാം മനുഷ്യൻ ആരാണെന്ന്. അതാണ് ദൈവിക ജ്ഞാനം. ഒന്നാം മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളത് ശാസ്ത്രവും പലരും മനുഷ്യരും ഒക്കെ ഇന്നും തല പുകഞ്ഞ് പലതിന്റെ പിന്നാലെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരങ്ങിന്ന് വന്നോ, എവിടുന്ന് വന്നോ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ, ഈ പേര് വെച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിന് തെളിവുകൾ നിരത്തി അതിൽ പ്രത്യേകമായി ചരിത്ര സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതിലുള്ളതെല്ലാം രേഖപ്പെടുത്തി സത്യസന്ധമായിട്ടാണ് ദൈവം. പരിശുദ്ധമായി ആഗ്രഹിക്കുന്ന ആൾക്കാർ സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തിയുള്ളൂ. ഉള്ളതുപോലെ പറയും, ഉള്ളതുപോലെ രേഖപ്പെടുത്തും. അവരൊന്നും മറച്ചു വെക്കുകയില്ല. അത് ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഗുണങ്ങൾ മാത്രമല്ല പ്രകൃതി ചെയ്യുക, നമ്മുടെ കുറവുകളും രേഖപ്പെടുത്തിപ്പോയി. എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊന്നും വിട്ടുകളഞ്ഞില്ല. വീട്ടിലെല്ലാം അതിന്റെ ഭാഗത്തെ രേഖപ്പെടുത്തി. അതാണ് പരിശുദ്ധാത്മാവിന്റെ സത്യം വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ആദം മുതലുള്ള സംഭവങ്ങളിൽ രേഖപ്പെടുത്തി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ബൈബിളിന്റെ തർക്കമറ്റ സത്യസന്ധതയെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഈ ആരൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ സംഘ തലവന്മാർ ആരൊക്കെയാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പോയി. അങ്ങനെ ഒറ്റുനോക്കാൻ അവരെ അയച്ചു. അവർ എവിടെയോടെ ചെന്ന് കയറി എവിടെ പോയി പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും പോയിട്ട് അവർ ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹിമാനിയും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മത്സരയുടെ സോവാദിന് 7 സംവത്സരം മുമ്പേ പണിതായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാദിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൾ താഴ്വരയോട് ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കൊലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. സ്ഥലങ്ങൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്ന പേരായി. അപ്പോൾ ഹെബ്രോനിൽ നിന്ന് ആദ്യമായി ഒരു മുന്തിരിവള്ളിയുടെ അനുഭവം കണ്ടത് മുറിച്ചെടുത്ത്, അതുകൊണ്ട് അതിന് എസ്കോൾ താഴ്വര. പിന്നീട് എസ്കോൾ താഴ്വര എന്താണുള്ളത് വായിക്കും മനസ്സിലായാൽ മതി. ഈ ഒറ്റുകാർ പോയി ദേശത്തിന്റെ അനുഭവം, ദൈവം നൽകാൻ പോകുന്ന ദേശത്തിന്റെ അനുഭവം എന്താണ്, ഫലപുഷ്ടി എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മുറിച്ചെടുത്ത ആ മുന്തിരിക്കൊല മുറിച്ചെടുത്ത സ്ഥലത്തിന്റെ പേര് പിന്നീട് എസ്കോൾ താഴ്വര എന്നായി പേരായി. 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി. 40 ദിവസം ഇവരിങ്ങനെ ഈ കനാൻ ദേശം മുഴുവൻ ഒറ്റ നോക്കി അവര് മടങ്ങി വന്നു. പക്ഷെ സത്യം പറയട്ടെ, കനാൻ ദേശത്ത് ഈ 12 പേരും പോയി. പക്ഷെ അത് മുഖാന്തരമായി 12 പേർക്കേ പോകാൻ, അതിൽ 10 പേർക്ക് പിന്നീട് ഒന്നും പറ്റിയില്ല. 2 പേർക്ക് പോകാൻ പറ്റിയുള്ളൂ. ആ സഭ ഒന്നടങ്കം ബാക്കിയുള്ളവർ മുഴുവനും, ആ തലമുറ മുഴുവനും മരുഭൂമി കൊണ്ട് ഒടുങ്ങിപ്പോകാൻ കാരണമായിട്ട്. ഈ പോകുന്നവർ തിരിച്ചു വന്നിട്ട് പറയുന്നത് നിരാശപ്പെടുത്തുന്ന, ദുഃഖിക്കുന്ന വിഷയമാണ്. ഇന്ന് പകർച്ചം ഞാൻ പറയാം, നീ കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ നിന്നിൽ ആശ്രയിച്ച കുടുംബം നിൽക്കുന്നത്. ഞാനും നിങ്ങളും കുടുംബത്തിന്റെ മാതാപിതാക്കളും നമ്മളിൽ ആശ്രയിച്ച മക്കൾ വളർന്നു വരുന്നത്. നമ്മുടെ ദൈവാശ്രയവും പ്രാർത്ഥനയും കണ്ട കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതാണ് അവിടെ നിലനിർത്തുന്നത്. ഇവർ 12 പേര് പോയി, 10 പേരും അവിടെ പോയി. ഇവര് കനാൻ ദേശം കാലുകുത്തിയവരാണ്, ഹെബ്രോനിൽ പോയിട്ട് വന്നവരാണ്. എന്നാൽ ഒരുപക്ഷെ എത്രയും നിങ്ങളത് ആഴത്തിൽ ചിന്തിച്ച് കാണത്തില്ല. ഇവര് കനാൻ ദേശത്ത് പോയി മടങ്ങി വന്നവരാണ്. എന്നാൽ അതിനുശേഷം അന്ന് പ്രായപൂർത്തിയായിട്ടുള്ള ഒരൊറ്റ പൊണ്ണം മോശ ഉൾപ്പെടെ അവിടെ കാലുകുത്താൻ ദൈവം സമ്മതിച്ചില്ല. മനസ്സിലായോ?
ദൈവത്തിന് സാധിക്കുമെന്ന് 10 പേരെ കനാൻ ദേശത്ത് അയച്ച അനാക്യ മല്ലന്മാരുടെ അടുത്ത് പോയി, അവിടുന്ന് പോയി ഈ മുന്തിരിക്കുലയും പറിച്ചുകൊണ്ട് നിങ്ങൾ വന്നിട്ടും ഇവനൊക്കെ അവിശ്വാസിയായി പീഡിത്തം പരത്തി എന്റെ പിൻപിൽ പ്രവർത്തിച്ച് പൈശാചികമായിരുന്നു അല്ലെ. അവിടെ ദേശത്ത് ചെന്ന് അവിടെ നടന്ന് ഈ മുന്തിരിക്കുലയും പറിച്ചെടുത്തുകൊണ്ട് യാത്ര ചെയ്ത് പോന്നപ്പം ഇവരെ ആരും കണ്ടില്ലല്ലോ, ഇവരെ ആരും പിടിച്ചു വെച്ചില്ലല്ലോ, ഇവരെ ആരും അവിടെ ഇല്ലാതാക്കി തീർത്തില്ലല്ലോ. കേൾക്കണമേ, മനസ്സിലാക്കണമേ ദൂത് ഇതാണുള്ളത്. എന്നിട്ടാണ് അവർ വന്ന് പറയുന്നത് നമുക്ക് രക്ഷയില്ല. എന്തുകൊണ്ടാണ്? നീ അവിടെ പോയതല്ലേ, നീ അവിടുന്ന് മുന്തിരിക്കൊല കണ്ടി ഇവിടെ വന്നതല്ലേ, ഇതെല്ലാം കൊണ്ടുവന്നതല്ലേ. പാരമ്പര്യ കാലേജ് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ ജലത്തെ സംബന്ധിച്ച് ഇതത്ര ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഒരാൾ പറയുമ്പോൾ അതെല്ലാം മനസ്സിലാങ്ങ അന്നേരം ഏറ്റെടുക്കുന്നത് അതങ്ങ് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ യഥാർത്ഥ വശം പഠിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ പിടിച്ചേക്കാൻ കഴിയത്തുള്ളൂ. ആലോചിക്ക്, എവിടെ പോയി ഇന്ന ദേശത്തുകൂടെ ഇറങ്ങി അവിടെ ചെന്നിട്ട് ദേശം നല്ലതോ ആകാത്തോ അവർ വസിക്കുന്ന പട്ടണം പാളകൾ കൊണ്ടോ കൃഷികളെല്ലാം നോക്കി അതിൽ വിഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവീൻ, നിങ്ങൾ ധൈര്യപ്പെട്ട ദേശത്തിലെ ഫലങ്ങൾ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതാണ് പ്രധാനം. 13-ാം അധ്യായം അതിന് 20-ാം വാക്യം. പേനയുണ്ട്, വരച്ചോണം കേട്ടോ പുസ്തകം. ഇപ്പം ഇവരവിടെ പോയി ഇവരെ കണ്ടപ്പോ പേടിക്കാതിരുന്നത് ഈ വചനമായിരുന്നു. ഇപ്പം മോശ ദൈവാത്മാ പ്രേരിതനായിട്ട് ഇവരെ അയക്കുമ്പോൾ എവിടെയാ പോയത്? കനാദേശത്താ പോകുന്നു. ആ വാഗ്ദത്ത ദേശം കാണാൻ വേണ്ടി ഇവരവിടെ ചെന്നു, ഹെബ്രോനിലെത്തി. ദൈവം പറഞ്ഞാൽ സംഭവിക്കും. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും കുഞ്ഞെ. വിടിവിക്കെന്ന് പറഞ്ഞാൽ വിടിവിക്കും. എന്ന് പറഞ്ഞാൽ തരും. സൗഖ്യമാക്കെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. ഉയർപ്പിക്കുന്ന പറഞ്ഞാൽ ഉയർപ്പിക്കുന്നവനാണ്. സകലവും കഴിയും. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. കനാൻ ദേശത്ത് പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ കനാൻ ദേശത്ത് എത്തിയിരിക്കും. ഈ 12 പേരുടെ കാലം കനാൻ ദേശത്തെത്തി. ഒരു സൈന്യമായിട്ടല്ല അവരവിടെ പോയത്, സംഘടിത ബലമായിട്ടല്ല അവിടെ പോയത്. അവിടെ പിമ്പിൽ ദൈവത്തിന്റെ അള്ളപ്പാടിന്റെ ആലോചനയുടെ ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ദൂത് കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ദൈവകൃപയാൽ ദൈവത്തിന്റെ ദൂതെടുക്കും തോറും അതിന്റെ ആഴങ്ങൾ വെളിപ്പെടാറും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ പുസ്തകം എഴുതുമ്പോൾ ഇത്ര ലേറ്റ് ആണെന്ന് എന്താന്ന് ചോദിച്ചാൽ ദൈവം പിന്നെയും ആശയങ്ങൾ അതിൻ്റെതായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് പുസ്തകം ലേറ്റാണ്. 1 വർഷം മുമ്പ് എഴുതാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അന്ന് എഴുതിയതെങ്കിൽ ഇത്രമാത്രം സത്യമായിട്ട് വെളിപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷെ എന്നാൽ സമയം ചെല്ലുമ്പോൾ അതിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ പറഞ്ഞത് ദൈവവചനം അത് ഗ്രഹിച്ചെടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ഇവരിവിടെ എത്തി. അവര് ചോദ്യം ചെയ്ത് പറഞ്ഞു, ഇവിടെ പറഞ്ഞു, നിങ്ങൾ ചെന്ന് നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവീരെന്ന് പറഞ്ഞു. പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലത്ത് ദൈവം 12 പേരെ അയക്കുകയെ കനാൻ ദേശത്തിന് നന്മ കൊണ്ടുവരുവാൻ, അത് തെളിവായി കൊണ്ടുവരുവാൻ, അത് കാണിച്ചിട്ട് വേണം ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി. പക്ഷേ ദൈവം ചെയ്ത നന്മയുടെ ദൗത്യം അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത് പരാജയമാക്കി കളഞ്ഞത് 10 പേരായിരുന്നു. കേവലം 10 പേർ. ഇവരെ കണ്ടപ്പോ അതിന്റെ അവസാനം പറയുന്നത് എങ്ങനെയാ? ഞാൻ ദൂത് അതേ സമയത്ത് ഒരു വർഷം ഞാൻ തങ്ങൾ ഉറ്റുപോക്കിയ ദേശത്തേക്ക് 30 ഇസ്രായേൽ മക്കളുടെ ദുർവർത്തമാനമായി പറഞ്ഞു തന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളെ ദേശമാകുന്നു. നിങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെ ആയ അനാക്യമല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു.
ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവരെ കണ്ടപ്പോൾ അങ്ങ് ലജ്ജിക്കാൻ തുടങ്ങി. അവിടെ ആരങ്ങ് തിരുക്കളാകാൻ പോകും. പക്ഷേ അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടായത് ഞാൻ വിചാരിക്കുന്നത് ഈ മടങ്ങി വരുമ്പോഴാണ്, തിരിച്ചു വരുമ്പോഴാണ്. അങ്ങോട്ട് പോയപ്പോൾ ഉള്ളൊരു ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യപ്പെട്ട് അവർ ചെന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോൾ, തിരിച്ചിങ്ങോട്ടുള്ള യാത്ര ഇതെല്ലാം ചുവന്നുകൊണ്ട് വരുമ്പോൾ ഇവരുടെ മനസ്സിൽ സംശയം ഉളവെടുക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മ അനുഭവിച്ച ദൈവമക്കളാണ് നമ്മൾ. അതെല്ലാം കരങ്ങളിലുണ്ടെങ്കിലും അത് അനുഭവിച്ചിട്ടും പിന്നെയും നമ്മുടെ മനസ്സിൽ ഈ സംശയം പൊങ്ങുന്നതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ദുർവർത്തമാനം എന്ന് പറയുന്നത്. അതിനെയാണ് ദുർവർത്തമാനം. അങ്ങോട്ട് പോയപ്പോൾ പ്രമാണിമാരായി പോയവരാ, ദൈവത്തിന്റെ ആജ്ഞ കേട്ട് പോയവരാ. പക്ഷെ അതനുസരിച്ച് അവരവിടുന്ന് മുന്തിരിങ്ങ പഴുക്കുന്ന കാലത്ത് ദൈവം അവരെ അയച്ചു. ദൈവം കാത്തിരുന്നു. അവിടുന്ന് ഫലം കൊണ്ടുവന്ന് ഇസ്രായേൽ കാണിക്കണം. ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കർത്താവ് വെറുതെ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽ സമയം ഞാനും നിങ്ങളും എത്രയോ മുന്തിരിക്കുലകൾ ചുമന്ന് നടന്നവരാ. ദൈവം തന്ന നന്മകൾ കൈവശമാക്കിയവരാ. ദൈവമാകുന്ന തിരുവചനമാകുന്ന നന്മ കരങ്ങളിലേന്തി നാം സാക്ഷ്യം പറഞ്ഞവരാ. തിരിച്ചു വരുമ്പോൾ പൈശാചികളുടെ ഹൃദയത്തെ കൈയടക്കി നല്ല വർത്തമാനം പറയേണ്ടതിന് പകരം ദുർവർത്തമാനം പറയാൻ അവരെ പ്രേരിപ്പിച്ചു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, വിശ്വാസികളെ, ഒരിക്കലും നാം ഒരു വിശ്വാസിയുടെ ഒരു സമൂഹത്തിന് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന വാക്കുകൾ പറയാൻ പാടില്ല. നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം, ബലപ്പെടുത്തുന്നതായിരിക്കണം, ശക്തീകരിക്കുന്നതായിരിക്കണം. ഇവര് എല്ലാം കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി. ഈ 40 ദിവസവും അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്തു. പാലാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽമക്കളുടെയും സർവ്വ അടുക്കൽ വന്ന് ഓരോ സർവ്വയോടും വർത്തമാനം അറിയിച്ചു. ആദ്യം അറിയിച്ചത് വർത്തമാനമായിരുന്നു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. ആദ്യം പറഞ്ഞത് വർത്തമാനമാണ്, നന്മയെ പറഞ്ഞത് മുഴുവൻ. എന്നാൽ പറയുന്നക്കാര് അവർ അവനോട് വിവരിച്ചു പറഞ്ഞെന്നാൽ, അവർ അവനോട്, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതല്ല പറഞ്ഞത്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കാം എന്ന പകൽ സമയം ഞാൻ പുതിയമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. കർത്താവ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ ചെവിയിൽ കർത്താവ് സംസാരിച്ചിട്ട വചനങ്ങളാണ്. അത് കനാന്യ ദേശം നൽകാമെന്ന് അബ്രഹാമിൻ സന്തതിക്ക് വാക്കുകൊടുത്തപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം മോശയെ നിയോഗിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് വേണ്ടി കനാൻ ദേശം കണ്ടിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരെ അവിടുന്ന് വിടിവിച്ച് ഈ ചെങ്കടലൊക്കെ കടന്ന് പ്രതിസന്ധികൾ കടന്ന് കനാൻ ദേശത്തിന് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് തെളിവിനായി അവിശ്വാസമുള്ള ജനതയെ കാണിച്ചിട്ടെങ്കിലും അവർ വിശ്വസിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നല്ല വർത്തമാനം കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ ഗോത്ര പ്രമാണികളെ അവിടേക്ക് അയച്ചത്. പോയി ദൈവത്തിന്റെ അള്ളപ്പാടിന് ശക്തി അവിടെ ഉള്ളതുകൊണ്ട് ഒരൊറ്റ എണ്ണം പോലും അവനെ തൊട്ടില്ല. ഒരു ശക്തിക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇവരുടെ പറമ്പിൽ നിന്ന് ഈ മുന്തിരിക്കൊല അറുത്തെടുത്ത്
അത് തോളിൽ വെച്ചുകൊണ്ട് നടന്നു വന്നപ്പോൾ ഒരുത്തൻ പോലും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അവരെ കാത്തു സൂക്ഷിച്ചത് ദൈവത്തിന്റെ ആത്മാവല്ലായിരുന്നു. അവരെ സൂക്ഷിച്ചത് എങ്ങനെയാ? അവരോട് വന്നു അവരുടെ കൈകൊണ്ടാണോ വന്നു? നിങ്ങൾ പറ. കനാൻ ദേശത്ത് അവരെങ്ങനെയാ മടങ്ങി വന്നത്? അതെങ്ങനെയാ വരുന്നത്? തെളിവോടുകൂടിയാ വരുന്നത്. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ ഇവര് ഈ മുതിരിക്കര ഒന്നുകൊണ്ട് എങ്ങോട്ട് പോവുക. അതിന്റെ ദൂതിന്റെ ഈ കൂടുതൽ ഭാഗത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി വിചാരിക്കുന്നു. അവിടെ പോയി തെളിവായി കർത്താവ് പറഞ്ഞതുപോലെ തന്നെയാണ് എന്നുള്ളത്, യഹോവയായ മോശയോട് പറഞ്ഞതുപോലെ തന്നെ ആണെന്നുള്ള കാര്യം ഇവർ സാക്ഷീകരിച്ച് വർത്തമാനം പറഞ്ഞു. അതാണ് വർത്തമാനം. അവരോട് വിവരിച്ച് പറഞ്ഞതൊക്കെ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശത്തിനെതിരെ ഫലങ്ങളിതായെങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പമുള്ളവയുമാകും. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. ഇവര് പറയുക ഇതാണ് വർത്തമാനകഥ. കഥ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ, അള്ളിച്ചിരിക്കുന്ന പോലെ, ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാ, സംശയമില്ല. പക്ഷെ അത് നമുക്ക് കൈവശമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ദുർവർത്തമാനമായി മാറി. പലപ്പോഴും പലരോടും കർത്താവിരിക്കുന്ന സിംഹാസനം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണെന്ന് പറയുമ്പോ ചില പറയാത് അതൊന്നും വേണ്ട, അതൊന്നും യോഗ്യരല്ല, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഖം ധരിക്കുന്നവരുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അത് താഴ്മ കൊണ്ടൊന്നുമല്ല അങ്ങനെ പറയുന്നത്, പ്രതികരിച്ച് പറയുന്നതാ. നമ്മളെ ഇരുത്താമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇരുത്തും. അവനോടെ കൊണ്ടിരുന്ന അവിടെ നമ്മളതിനെ കീഴ്പ്പെട്ട് നിന്നാൽ മതി. എത്ര പേര് വിശ്വസിക്കും? എന്റെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവന്റെ സിംഹാസനത്തിൽ എന്നെ ഇരുത്തും. എന്റെ പ്രിയപ്പെട്ടവർ ഇരുത്തും. ഞാൻ അതിനു വേണ്ടിയാ ആഗ്രഹിക്കുന്നത്, ജീവിക്കുന്നത്. അതിന് വിരുദ്ധമായി ആരെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ചെവികൊള്ളരുത് കൊണ്ടോ, അതിനുവേണ്ടി തന്നെ ആ ലാക്കിലേക്ക് ഓടണം. യേശു കർത്താവിന്റെ വരവിന് വേണ്ടി അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ വെച്ചുകൊണ്ട് ഓടേണ്ടത്. ആ വർത്തമാനത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ വരവുകൾ എടുക്കപ്പെടാൻ വേണ്ടിയുള്ള യാത്രയായിരിക്കണം. നമ്മളെ അതിൽ നകറ്റിക്കളയുന്ന ഒരു വാക്കുകൾക്കും നാം ചെവി കൊടുക്കാൻ പാടില്ല. വർത്തമാനം പറഞ്ഞ് അറിയിച്ചു അല്ലാന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ ഒരു പറയുക, നമ്മളെ എന്നാൽ പർവ്വത്തിൽ പാർക്കുന്ന കനാനിൽ അതിർത്തിയിൽ ആരൊക്കെ താമസിക്കുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അമോലിക്കറുണ്ട്, കനാന്യരുണ്ട്. അമോലിക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു, ഹിറ്റിനും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു, കനാന്യർ കടൽക്കരയിൽ ജോർദാൻ തീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശമുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കാതെ ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. കാലേബും യോശുവയുമാണ് ചേർന്നത്. കാലേബാണ് ശബ്ദിക്കുന്നത്, എടുത്ത് സംസാരിക്കുന്നത് കാലേബാണ്. കാലേബ് പറഞ്ഞു അവരെ അമർത്തി, ഈ ദുർവർത്തമാനം പറയുന്നവരെ അമർത്തി, ബാക്കിയുള്ളവരെ അമർത്തിയിട്ട് പറഞ്ഞു, 10 പേരെ അമർത്തിയിട്ട് പറഞ്ഞു നമുക്കത് ജയിപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. കാരണം ഇവന് കാര്യം മനസ്സിലായി, ദൈവം ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഈ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് എന്റെ ദൈവം മോശയോട് സംസാരിച്ചത് ഞാൻ ചെറുപ്പം മുതൽ കേട്ടു വളർന്നു വന്നതാ. അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്, എന്റെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മനസ്സിലായി. അതിന് തെളിവ് ഞാൻ ദേശത്ത് പോയി കണ്ടതാ. അതുകൊണ്ട് ഇവരിനി എന്തെല്ലാം പറഞ്ഞാലും എന്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, അത് നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് കാലേബ് പറഞ്ഞത് നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഞാൻ ജയാളിയായിരിക്കുമെന്ന് പറയുവാനുള്ള രാജ്യവും ഉണ്ടാകണമെങ്കിൽ വിശ്വാസം വ്യാപരിക്കണം. അതുകൊണ്ട്
കാലേബ് ശക്തിയോടെ പറഞ്ഞു, അല്ല, നാം അത് കൈവശമാക്കും, നാം അത് കൈവശം, അത് ജയിക്കാൻ നമുക്ക് കഴിയും. കാരണം കാലേബ് ചിന്തിച്ചു, മിസ്രൈമിൽ കിടന്ന ഞങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് ഇത്രയും കൊണ്ടുവന്ന ദൈവത്തിന് ഈ ഹെബ്രോൻ അടുത്തായ സമയത്ത് കിടന്നെല്ലാം വളരെ അടുത്തായ സ്ഥലമായിരിക്കുന്നു. പാലാൻ മരുഭൂമിയിൽ പാളയമായി കിടക്കെ ഇനി അധികം സമയം വേണ്ട അവിടെ പോയി അവർ കൈവശമാക്കാനായിട്ട്. അതുകൊണ്ട് ഇത്രയും കൊണ്ടുവന്ന ദൈവത്തിന് കനാൻ ദേശത്തെ കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളത് അവൻ പറയാൻ കാരണം, അവിടെ പോയിട്ട് വന്നിട്ട് അവനൊരു ദോഷം പറ്റിയില്ല. ഇപ്പോൾ ആർക്കൊരു കുഴപ്പം വന്നില്ല. ദൈവത്തെ വചനം കേട്ട് പോയി വന്നവർക്ക് ആർക്കൊരു ദോഷം വന്നില്ല. അവരെ ആരും പിടിച്ചു നിർത്തില്ല. അവരോട് പറഞ്ഞതുപോലെ തന്നെ, ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു മടങ്ങി വന്നു. ഇത് ചിന്തിച്ചവനായിരുന്നു കാലം. ബാക്കി 10 പേര് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്താനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചത് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകും. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടികളെ പോലെ തോന്നി. അവിടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ എന്താ പറയുക, ഈ ദേശമുണ്ടല്ലോ, ഈ പാലും തേടുന്ന ഒരു ദേശമൊക്കെ, പക്ഷെ അത് നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. അതിന്റെ അർത്ഥം അവിടെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിൽ പറയാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വസിക്കുന്നവരെ തിന്നുകളയുന്ന ദേശമാണ്. ശരിയാ, ദൈവത്തിന് ഹിതമല്ലാത്തത് കൊണ്ടാണ് ദൈവരെ ശ്രദ്ധിക്കാൻ പോകുന്നത്, തിന്നുകളയുന്നത്. ദൈവത്തിന് ഹിതമല്ലാത്തവരെ ദൈവം തിന്നുകളയും. അവിടുന്ന് ദേശത്തെ ശബ്ദിച്ചു കളയും, ഇല്ലാതാക്കി കളയും, തിന്നുകളയും. അവിടെ ആ ദേശത്തിന്റെ പ്രത്യേകത, ദൈവം കൊടുക്കുന്ന ദേശത്ത് വഷളത്വം പ്രസംഗിക്കാൻ, വഷളത്വം ജീവിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ ദൈവത്തിന്റെ വിശുദ്ധ ഭൂമിയായ ദൈവം മാറ്റിയിരിക്കുന്നതാണെങ്കിൽ, ദൈവം കണ്ടിരിക്കുന്ന ദേശത്ത്, ദൈവം കനാൻ ദേശം ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവകാശമായി കൊടുക്കുന്ന ദേശത്ത്, അത് അവർ തെറ്റ് ചെയ്ത് വഷളത്വം ചെയ്തുകൊണ്ട് അവർക്കവിടെ പരാജയമുണ്ടാകുന്നത് എന്നുള്ളത് ഇവർക്കത് മനസ്സായി വേറെ രീതിയിൽ മനസ്സിൽ വിചാരിച്ചത് അവിടെ ആര് എന്നാലും ഇവിടെ ചിന്തകളയുന്നു. അങ്ങനെയാണ് അവർ ചിന്തിച്ചത്. ദേശത്തെ തിന്നുകളയും. എങ്ങനെ തിന്നുകളയുന്നത്? ദേശം ജനത തിന്നുകളയും. എങ്ങനെയാ? മോശം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വാക്തദേശത്ത് വർഷത്തെ പ്രവർത്തിച്ചാൽ ഇസ്രായേൽ ആരാണെന്ന് വളരെ ദൈവം തിന്നുകളയും. ഇവ പറഞ്ഞതാണ്. പക്ഷേ ഈ ദേശവാസികളെ തിന്നുകള ദേശമാണ്, പ്രത്യേകതയുള്ള ദേശമാണ്. ദൈവത്തിന്റെ പ്രമാണത്തിന് ജീവിക്കുന്നവർക്കൂടെ ജീവിക്കാം. ദൈവപ്രമാണം വിട്ടുകഴിഞ്ഞാൽ ദേശം നമ്മളെ തിന്നുകളയും. അങ്ങനത്തെ ഒരു ദേശം കൂടിയാണെന്ന് ഈ പോയവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് ഈ 10 പേരും കൂടി സംസാരിച്ചപ്പോൾ ഈ കാലേബും യോശുവയുമാണ് ഈ പറയുന്ന അവരെ ഒതുക്കാൻ ശ്രമിച്ചത്. അതിന് കാരണമുണ്ട്. ഇത്രയും പറഞ്ഞ് ദുർവർത്താനം പറഞ്ഞ് ഈ മനുഷ്യന്റെ കൃതിയിൽ നല്ല വർത്താനൊന്നും വീഴത്തില്ല എന്ന് ആലോചിക്കണം. ഇത്രയും ആൾക്കാര്, വലിയൊരു കൂട്ടം പാലാൻ മരുഭൂമിയിൽ തമ്പടിച്ച് കിടക്കുക, വാക്തദേശത്തേക്ക് പോകാൻ വേണ്ടി തമ്പടിച്ച് കിടക്കുക. ദൈവം നല്ല വർത്തമാനം കൊണ്ടുവരാൻ വേണ്ടി, തെളിവ് ശേഖരിക്കാൻ വേണ്ടി വിട്ട 12 പേര് 10 പേര് വന്ന് അവര് ദുർവർത്താനം പറയുക എന്ന് പറഞ്ഞല്ലോ. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് വിശ്വാസം പകരുന്നതാണെങ്കിൽ നിനക്ക് മുൻപോട്ട് പോകുവാൻ ഊർജം ലഭിക്കും. ഞാനും നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, വചനങ്ങൾ നിരാശയുടെയും ദുഃഖത്തിന്റെയും പരാജയത്തിന്റെയും ഈ ലോകത്തിന്റെയും ആണെങ്കിൽ ഞാനും നിങ്ങൾ പിന്മാറി പോകുവാൻ ഇടയാക്കിലും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവജനമേ കേൾക്കാവുന്നത്. ദൈവത്തെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. ദൈവകാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. കാലേബിന് യോശുവയ്ക്ക് വിശ്വാസം വർദ്ധിച്ചവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കാലുകൾ അവിടെ ചവിട്ടിയതാണ്. ഈ ബാക്കിയുള്ള 10 പേരോട് ചെല്ലേണ്ടതായിരുന്നു. പക്ഷെ ഈ 10 പേരുടെ ദുർവർത്തമാനം നിമിത്തമായിട്ട് എന്താ സംഭവിച്ചു? വളരെ പറയുക, അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു.
ജനമാ രാത്രി മുഴുവനും കരഞ്ഞു. അവിശ്വാസത്തിന്റെ കരച്ചിന്റെ ശബ്ദം പാരാൻ മരുഭൂമിയിലെ ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ ഉയരുകയാണ്. അതിന് കാരണമാറ്റുന്നത് ഈ 10 പേരാ. ഇന്ന് പകൽസമയം ദൈവസഭയെ ദുർവർത്തമാനം പറഞ്ഞ് ശോഷിപ്പിക്കരുത് കേട്ടോ. അതിനെ ക്ഷയിപ്പിക്കരുത്, അതിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് മുഖാന്തരമായി ദൈവകോപമുണ്ടാകുമെന്ന് ആത്മാവിൽ ദൂത് പറയുകയാണ്. അപ്പോൾ സഭയൊക്കെ ഉറക്ക നിലവിളിച്ചു. ജനമാ രാത്രി മുഴുവൻ ഇവിടെ ഉള്ളതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, ശരിയാ. ഞങ്ങളിത് അവിടെ പോയി തിരിച്ചു വന്നതല്ലേ. ഞങ്ങൾക്ക് പോകാമെങ്കിൽ നമുക്കെല്ലാവർക്കും പോകാം എന്നുള്ള ഒരൊറ്റ വിശ്വാസം മാത്രം മതിയായിരുന്നു ആ ജനതയ്ക്ക് അവിടെ പോകുവാൻ വേണ്ടി. പക്ഷെ എന്നാൽ അവർ അതിലല്ല വിശ്വസിച്ച്, ദൈവത്തിലല്ല വിശ്വസിച്ച് ഇവിടെ വന്നതായ ഞങ്ങൾ പോയി മടങ്ങി വന്നു. ഇനി അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല എന്നുള്ള അവിശ്വാസം പറഞ്ഞ ജനതയെ, ആ 10 പേർ ജനതയെ മുഴുവനും കണ്ണുനീരാഴ്ത്തുവാൻ ഇടയാക്കുന്നത് പോലെ ഈ കാലഘട്ടങ്ങളിലും ഇങ്ങനെ അവിശ്വാസത്തിന്റെ വാക്കുകൾ വിതർന്നു. ഞാൻ പറഞ്ഞല്ലോ, അതും അമിതമായിട്ടുള്ള അത് മറ്റൊരു ഭാഗത്തേക്ക് വരും. ഇതിപ്പോ ഇവിടെ സംഭവിച്ചത്, ഇവർക്കത് കൈയടക്കാൻ കഴിയത്തില്ല എന്ന് കണ്ടത് കൊണ്ട് ഇവര് പറഞ്ഞു, നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, നമ്മുടെ വാളുമില്ല, കുത്തുമില്ല, നമ്മൾക്ക് ആകെപ്പാടെ ഉള്ളത് മോശയാകരവനും ദൈവത്തിന്. പിന്നെ കുറെ വാക്കുകളാവുള്ളൂ, പോകാൻ പറഞ്ഞ പോകും, വടിയൊക്കെ ഉള്ളു. അനാക്യമല്ലന്മാരെ കണ്ടപ്പോൾ അവരുടെ കയ്യിൽ വാളുണ്ട്, വടിയുണ്ട്, പരിചയമുണ്ട്, രഥങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരിതെല്ലാം പോയി കണ്ടു. എല്ലാം കണ്ടപ്പോൾ ഇവർക്കത് വിചാരിച്ചത് ഈ ഇസ്രായേലിന് എങ്ങനെ ഇത് കൈവിടക്കാമെന്നാണുള്ളത്. ഇവർക്ക് സാധിക്കത്തില്ലെന്ന് വിചാരിച്ചത്. ഞാൻ വേഗത്തിൽ സമയമില്ലാത്ത വേഗത്തിൽ പോകട്ടെ, മറ്റൊരു ദൂരം എടുക്കാൻ പോകുന്നത്. ദീർഘമായിട്ട് പോകണമെങ്കിൽ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. എന്തോട്ടാ കരഞ്ഞത്? പാട്ടത്തെ മൊത്തമാണ് കരഞ്ഞത്. കിട്ടത്തിൽ അതെന്താ ഓർമ്മറിയാവോ? ഞങ്ങളിവിടെ ഇറങ്ങിപ്പോയല്ലോ. ഒരു പറഞ്ഞതെന്താ അറിയാവോ? മക്കളെല്ലാവരും മോശിക്കാൻ അവരോട് വിരോധമായി പിറവ് കൊടുത്തു. സഭയൊക്കെ അവരോട് മിശ്രദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയല്ലോ ഞങ്ങൾക്ക്. ചിലരുടെ വർത്തമാനം കേട്ട് നീ വിശ്വാസത്തിൽ പിന്മാറിപ്പോകും. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് നീ വിശ്വാസത്തിൽ നീ നിരാശപ്പെട്ടു പോകരുത്. ഇതിനെ തളർത്തുന്നവരും കാണും, വളർത്തുന്നവരും കാണും. ഇതിനകത്ത് നമ്മളൊക്കെ വിശ്വാസത്തിൽ ദൈവമേ നിൽക്കുന്നത് എല്ലാവരും നമ്മളെ വളർത്തിയിട്ടാണോ? അല്ല, ചിന്തിച്ചവരുണ്ട്, ഇന്നും തളർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ തളർത്തുന്നവരെ നോക്കത്തില്ല, വളർത്താൻ നോക്കുന്നവരുടെ സഹായം. പക്ഷെ തളർത്തുന്നവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അതിനകത്ത് ഭാഗമാണ്. അപ്പൊ ഈ ജനമെല്ലാം നിലവിളിച്ചവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിശ്വാസം മരണത്തെ ഉളവാക്കുന്നു. പാപം ഇവിടെ ഉള്ളിൽ അങ്കുരിച്ചു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, അത് മരണത്തെ പ്രസവിക്കുന്നു. ഇവിടെ പാപം അങ്ങ് പെരുകി മരണമാണ് അവർ കണ്ടത്. അവർക്ക് ജീവൻ കാണാൻ കഴിഞ്ഞില്ല, അവിടേക്ക് കടന്നുപോകാൻ അവരെ കഴിയാൻ സാധിച്ചില്ല. ഇവിടെ അവിശ്വാസം വർദ്ധിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ ഇറങ്ങിത്തിരിച്ച് തെറ്റിപ്പോയി എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. ഈ കാണാക്കാനായിട്ട് വന്ന 10 പേര് അവരുടെ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. വാക്കുകൾക്ക് വലിയ ബലമുണ്ട്. സത്യത്തിന്റെ വാക്കുകൾക്ക് അത് എത്ര ബലമുള്ളതാണെന്നറിയാമോ? അതിനാൽ പണിയപ്പെട്ടാൽ, സത്യവചനത്താൽ പണിയപ്പെട്ടാൽ നമ്മെ ഇളക്കാൻ ഓരോരുത്തർക്കും കഴിയത്തില്ല. സത്യവചനത്തിൽ എന്ത് ബലമെന്നാണ് സത്യത്തിന്റെ വാക്കുകൾക്ക് എന്ത് ബലം! യേശു ക്രിസ്തുവിന്റെ സത്യത്തിന് ദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ വചനത്തിന്റെ വാക്കുകൾക്ക് എത്ര ബലമെന്നറിയാം. യഹോവയുടെ വാക്കുകൾക്ക് പോയവർക്ക് അവിടെ പോയി മടങ്ങി വന്ന് അവിടുന്ന് മുന്തിരിക്കുല കൊണ്ട് മടങ്ങി വന്ന് കനാന്തദേശത്ത് വരുവാൻ കഴിഞ്ഞു. പക്ഷേ അവരുടെ ഉള്ളിൽ വ്യാമോഹം അല്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്നുള്ള വ്യഗ്രതയുണ്ടായ കാരണം സാധിക്കത്തിൽ നിരാശ വന്നത് അവരുടെ ജീവിതത്തെ അവിശ്വാസം തലവെക്കുന്നതുകൊണ്ടാണ്. ഇവര് പറഞ്ഞതനുസരിച്ച്
എന്നാൽ ഇവര് അന്ന് രാത്രി മുഴുവൻ കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചിരുന്നെങ്കിൽ ദൈവം അത് കേൾക്കുമായിരുന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസമല്ല പ്രിയപ്പെട്ടവരെ. രാത്രി മുഴുവൻ കരഞ്ഞിട്ടും അതിനകത്ത് എന്റെ ദൈവമേ എന്നൊരു വാക്ക് ഉച്ചരിച്ചില്ല. അതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ളത്. രാത്രി മുഴുവൻ ഒരു കരഞ്ഞു. പലപ്പോഴും പലരും കരയാറുണ്ട്. ആത്മാവിൽ വിളിച്ചു പറയുക, നീ കരയുമ്പോ എന്റെ ദൈവമേ എന്നൊരു വാക്ക് ദേഹത്ത് വെച്ചിരിക്കാമെങ്കിൽ നിനക്കത് വിടലായിത്തീരും. ഒരു വാക്ക് ദൈവമേ എന്നവർ പറഞ്ഞില്ല. ദൈവത്തിൽ അവർ അവിശ്വസിച്ചപ്പോൾ ദൈവം ഒന്ന് ഉച്ചരിക്കാൻ കഴിയാതെ എന്ന് ഭാരപ്പെട്ട് വേദനപ്പെടുന്ന വ്യക്തിയാണോ, കരയുന്ന വ്യക്തിയാണോ എങ്കിൽ ഇന്ന് പകൽ സമയം പറയാൻ, കർത്താവേ എന്റെ കരച്ച ശബ്ദം നീ കേൾക്കണമേ. ഇവരങ്ങനെ പറഞ്ഞിട്ടല്ല ദൈവം ആ ശബ്ദം സ്വർഗത്തിൽ കേട്ടത്. ഇന്ന് പകൽ സമയം നമ്മുടെ കരച്ച ശബ്ദം ദൈവം കേൾക്കുന്നു. തകർച്ച ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട്. ഉപവാസത്തോടും അനുതാപത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൽ വന്ന് കരയുമ്പോൾ ദൈവം നമ്മുടെ തകർച്ച വാക്കുകൾ കേൾക്കുന്നുണ്ടോ. നമ്മുടെ അവിശ്വാസം ദൈവം കാണുന്നു. എനിക്കത് കഴിയത്തില്ലല്ലോ എന്നുള്ളത് കാണുമ്പോൾ ദൈവത്തോട് പറയുക, കർത്താവേ എനിക്കത് സാധ്യമാകുന്നില്ല, എന്നാലത് കഴിയത്തില്ല, എന്നാൽ ഞാൻ അങ്ങനെ കണ്ണുനീർ പൊഴിക്കാൻ ശക്തമാക്കണമേ എന്ന് ലക്ഷ്യമായിട്ടും എനിക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നാം ഭാരപ്പെടുമ്പോൾ കരയുമ്പോൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് വെറുതെ ചെയ്യേണ്ടത്. അതിനകത്ത് ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞ, കർത്താവെ ഞാൻ ആശ്രയിക്കുന്നത് കഴിവില്ല, എന്റെ ജീവിതത്തിൽ എനിക്കത് കഴിവില്ല കർത്താവ്, എന്റെ കുഞ്ഞുങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ വിവാഹം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അഡ്മിഷൻ, നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മളോട് ഭാരപ്പെടുമ്പോ ജോലി ഏത് വിഷയമാകട്ടെ പകൽ സമയം കരഞ്ഞു പറ, കർത്താവെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്കത് ചെയ്യുവാൻ കഴിയും, എന്റെ കടപ്പാടങ്ങൾ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവ്, അതിനേക്കാൾ വലുതാണ് അധികാരികന്മാരാ മല്ലന്മാരോട് സ്ഥലമാ, എനിക്കത് സാധിക്കത്തില്ല, എനിക്കത് പറ്റത്തില്ല കർത്താവേ. എന്നാൽ ഇന്ന് പകൽസമയം ആത്മാവിൽ പറയണം, എന്നെ കൊണ്ട് അത് സാധിക്കും, അങ്ങ് എന്നോട് കരുണ തോന്നിയാ എനിക്കത് കഴിയുമെന്നാണ് കാലേബ് പറഞ്ഞത്. നമുക്കത് ജയിക്കാൻ കഴിയും, നമുക്കത് ജയിക്കാൻ കഴിയും, നമുക്കത് പ്രാപിക്കാൻ കഴിയും. ഇവരെത്രയും പേര് അവരെ അവിശ്വാസത്തിന്റെ വാക്ക് കേട്ടിട്ട് ദൈവമേ എന്ന് ഉച്ചരിക്കുവാൻ കഴിയാതെ പോയി. അതിനകത്ത് ഒരാളെങ്കിലും വിശ്വാസത്തിന്റെ വാക്ക് ഉച്ചരിച്ചിരുന്നെങ്കിൽ ദൈവനെ കണ്ടേനെ. രാത്രി മുഴുവൻ കരഞ്ഞ ജനത്തിന്റെ ഇടയിൽ നിന്ന്, വെറുവൃത്തയുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം പോലും സ്വർഗത്തിൽ കേട്ടില്ല. എന്റെ ദൈവമേ എന്ന് ആരും പറഞ്ഞില്ല. ഇന്ന് പകൽ സമയം ആത്മാവിൽ പറയുക, പരാജയത്തിന്റെ കാരണം, വീഴ്ചയ്ക്ക് കാരണം നിരാശകളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവമേ എന്ന് വിളിക്കാതെ കൊടുക്കുമോ? ഇവിടെ വായിച്ചൊക്കെ വേണ്ടാത്ത ഒരു ദൈവത്തോട് പറയാല്ല. അപ്പോൾ ഞാൻ സമയമൊക്കെ ഉറക്കം നിലവിളിച്ചു. നിലവിളിച്ചു. എല്ലാവരും മോശയ്ക്ക് മകൻ വിരോധമായി പിന്നെ ഞങ്ങൾ പിറവിപ്പ് തുടങ്ങി. നേതൃത്വങ്ങൾക്കെതിരെ പിറവിപ്പ് തുടങ്ങി, ശക്തമായ പിറവിപ്പ് തുടങ്ങി. ഇവരെ പിറവിക്കുന്ന വിചാരിച്ച് ഇവര് കാണത്തില്ല, തന്നെ കണ്ണുള്ള കാണും, ഉയർത്തുന്നു. ഇവരെ തിരിച്ചു വന്നോട് സംസാരിക്കുന്നതൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അന്നത്തെ രാത്രിയിൽ ഇവിടെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു. പക്ഷെ കരശബ്ദം കേട്ടത് നന്മയ്ക്കായിട്ടല്ലായിരുന്നു. ഈ ജനമെല്ലാം പിറുവിട്ട് കരയണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഓർക്കും, ഇസായാത്തിന്റെ ഐക്യത എന്താണെന്നത്. ദുർവർത്തമാനത്തിന് ഐക്യത കൂടുതലാണ്, സത്യത്തിന് ഐക്യത കാണത്തില്ല, കുറച്ചേ കാണൂ. മനസ്സിലായോ? മനസ്സിലായോ? സത്യവചനത്തിന്റെ പിമ്പിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, അതിനകത്ത് കുറച്ചാൾക്കാരെ കാണുകയോ. ദുർവർത്തമാനം പൈശാചികനായതുകൊണ്ട്, അവിശ്വാസിയായതുകൊണ്ട് അതിനകത്ത് മൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അതിനകത്ത് ഒരു കൂട്ടമുണ്ട്. ഇവിടെ സത്യവചനം പറയുന്ന കാലേബും യോശുവയും ഒരു മടങ്ങിവെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അവരൊരു മോശയും അവര് ഒരു കൂട്ടം മാറുന്നപ്പോൾ ബാക്കി 10 പേരോട് കൂടെ ആ അവിശ്വാസത്തിന്റെ വാക്ക് കേട്ട് അവർ ഒന്നിച്ചു ചേർന്നു. അവർ കരയാൻ തുടങ്ങി, അവർ പിറുകൊടുക്കാൻ തുടങ്ങി.
പിറുവിറുപ്പ് കരച്ചിലായി മാറി. എന്നാൽ ദൈവമക്കളെ, നമുക്കത് സാധിക്കാതെ വരുമ്പോൾ പിറുവിറുക്കല്ല ചെയ്യേണ്ടത്. നാം വാതുറന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്ക്. ദിവസസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ഞാൻ വാഗ്ദൂതറിയിക്കുക. പിറുപിറുക്കുന്നതിന് പകരമായി, അതെ, പിറുപിറുത്ത് കരയുന്നതിന് പകരമായി ദൈവം ആഗ്രഹിക്കുന്നത്, അതെ, സ്തോത്രം പറഞ്ഞ് ദൈവം ചെയ്ത നന്മകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കണ്ണുനീരൊഴുക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് കീഴടക്കാൻ കഴിയാത്തൊരു കാര്യമില്ലെന്ന് ഞാൻ ആത്മാവിൽ ഈ മാസത്തിൽ ദൂരായി വിളിച്ചറിയിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും സ്തോത്രം പറഞ്ഞാട്ട്, എല്ലാവരും ദൈവത്തിന് ഉപകാരങ്ങളോട്ട് സ്തോത്രം ചെയ്താട്ട്, കണ്ണുനീരൊഴുക്കാട്ട്, നിന്റെ കുഞ്ഞു കൂട്ടപ്പെട്ടത്, ആരോഗ്യപ്പെട്ടത്, ജീവിച്ചത്, നിലനിൽക്കുന്നത്, ജീവനോടിരിക്കുന്നതെല്ലാം ദൈവമേ നിന്റെ ദാനമാ, നമ്മുടെ ദൈവത്തിന്റെ ദാനമാ, ദൈവത്തിന്റെ കൃപയാ. എല്ലാവരും സ്തോത്രം ചെയ്താൽ അല്പസമയം സ്തോത്രം ചെയ്താൽ അങ്ങനെ സ്തോത്രം പറഞ്ഞ് കണ്ണുനീരൊഴുക്കി ദൈവസനയിൽ രാത്രി ഇരുന്നിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ അവർക്ക് സാധിക്കാതെ പോയി. പിറുപിറുപ്പരായി അവർ കരഞ്ഞു. ദൈവമേ എന്നൊരു വാക്ക് ഉച്ചരിച്ചില്ല. നമുക്ക് ദിവസങ്ങളിൽ കൊടുക്കാതെ വാതുറന്ന ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനായി സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനായി സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനായി സ്തോത്രം ചെയ്താൽ എല്ലാറ്റിനായി സ്തോത്രം ചെയ്യാം. കാണും, ആരം കാണും, ഭേദം കാണും, അപകടം കാണും, തള്ളിക്കളിച്ച് കാണും, എല്ലാം കാണും, മത്സരം കാണും, എല്ലാം കാണും. പക്ഷെ എന്റെ മധ്യത്തിൽ ദൈവത്തിന് വാതുറന്ന് സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാം മധ്യത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ വെള്ളമൊഴുക്കി ഞങ്ങളെ ഇവിടെ വന്നി കൊണ്ടുവന്ന ദൈവമേ, അങ്ങേക്ക് ചെയ്യുവാൻ കഴിയും. മന്നതെന്ന ദൈവത്തിന് പോറ്റി ഇവിടെ വരെ കൊണ്ടുവരാൻ ദൈവത്തിന് 12 പേരെ ഇവിടെ അയച്ചുകൊണ്ട് ജീവനോടെ മടക്കി വന്ന ദൈവത്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവരുണ്ടാകണമായിരുന്നു. ദുർവർത്തമാനം നിമിത്തമാണ് ദൈവം ഉച്ചരിക്കാൻ കഴിയാതെ പിറുപിറുപ്പുകാരായി മാറുന്നു. സത്യവചനം പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടാരങ്ങളിൽ പിറുപിറുപ്പ് കാണുകയില്ല. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ വാക്യം പറഞ്ഞാട്ടെ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ പാപികളുടെ കൂടാരങ്ങളിൽ പിറുപിറുപ്പിന്റെയും പല്ലുകടിയുടെയും കരച്ചിലിന്റെയും ശബ്ദമുണ്ടായിരിക്കും. ഏതാണ് നമ്മുടെ കൂടാരത്തിലുള്ളത്? പിറുപിറുപ്പാണോ? പിറുപിറുപ്പിന്റെ പല്ലുകടിയുടെ കരച്ചിലാണോ നമ്മുടെ കൂടാരങ്ങളിലുള്ളത്? അതോ ഒന്നുമില്ല എങ്കിലും സ്തോത്രം ചെയ്യുന്ന അത്തരമാണോ നമുക്കുള്ളത്? ഓക്കെ, ഇന്ന് പോയ സമയം ഈ ദൂതിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം മനസ്സിലാക്കാൻ നാം അവരെ പോലെ പിറുപിറുപ്പുകാരാകലെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വിചാരിക്കുന്നത് പഴയ നിയമത്തിലെ കാര്യമല്ല, ഞങ്ങൾക്ക് അഭിഷേകോട് ആത്മാവിനോട് അല്ല. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, അന്ന് മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നിങ്ങളാരും പിറുപിറുപ്പുകാരാകരുത്. സംഭവിക്കാം, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ സമയം ഞാൻ ഒരാത്മ ഏറ്റെടുക്കുക. ദൈവമേ, എനിക്കെതിരെ പിറുപിറുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ലഭിക്കാതെ പോയപ്പോൾ ഉദ്ദേശിച്ചു നടക്കാതെ വന്നപ്പോൾ അന്ന് വരെ ലഭിച്ചതെല്ലാം മറന്നു കളഞ്ഞ് പിറുപിറുത്തു പോയിട്ടുണ്ട്. സമർപ്പിക്കാൻ കഴിയും. പരസ്യം സമർപ്പിക്കാൻ കഴിയുമോ? എന്റെ കർത്താവിൻ തന്നെല്ലാം ഞാൻ അനുഭവിച്ചതാ. എന്നാൽ ചില കാര്യങ്ങൾ വീഴ്ച വന്നപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ഞാൻ പിറുപിറുത്തു പോയി. എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചോദിച്ചു, എന്തിനാ ഉപസിക്കുന്നത് ചോദിച്ചു, എന്തിനാ ആരാധിക്കുന്നത് ഞാൻ ചോദിച്ചു. കർത്താവ് എന്റെ ജീവിതത്തിന്റെ കുറവാ സമ്മതിക്കുന്നു. ഇനി സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം ഉത്തമന്മാരായിരിക്കുന്ന വിശ്വാസികളാണ്. പക്ഷേ നിരാശയുടെ ദിവസങ്ങളോടെ കടന്നുപോയപ്പോൾ പിറുപിറുത്തിട്ടുണ്ടോ? തന്നെ താൻ ചോദിച്ചിട്ടുണ്ടോ? എന്തിനാണോ? എന്നായിരുന്നു പകൽ സമയം നമ്മെ ഭക്തിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആത്മീയ വളർച്ച വന്നപ്പോൾ,
പരിശുദ്ധാത്മാവിലേക്ക് നാം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം നമ്മെ പരുവപ്പെടുത്തിയെടുക്കുവാൻ പാകപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി ദൈവം തരുന്ന ശിക്ഷയാണെന്ന് പരിശീലനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുയരണം. വെറുപുറപ്പിന്റെ കണ്ണുനീരിന്റെ ശബ്ദമല്ല ഉയരേണ്ടത്. ഇന്ന് പകൽസമയം ദൈവ കുടുംബങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുയരണം. ചില കുടുംബങ്ങളെ പകൽസമയം ദൈവാത്മാവ് വീക്ഷിക്കുക, കാണുകയാണ്. കണ്ണിനോടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിക്കുക. നിന്റെ പുരുവെറുപ്പും കണ്ണിനീരും ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷേ നീ പുരുവെറുക്കല്ല ചെയ്യേണ്ടതിന് പകരമായി നീ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോട് ജയത്തോട് പറ, എനിക്കത് സാധിക്കും. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. എല്ലാം നന്മയ്ക്കായി കൂടി യാവരിക്കും. പറഞ്ഞു അവിടെ ചെങ്ങ് മരിച്ചേക്കൊള്ളായിരുന്നു. ഈ നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചാൽ മതി. ഇവിടെ ഉള്ളിലെ ഈ കനാന്തേശം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഓടിച്ചെത്തിച്ച് കൈ കൊടുത്താൽ എന്ന് വിചാരിച്ചത്. പക്ഷേ ഈ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും അധികായകന്മാരുള്ള ദേശത്തെ കർത്താവ് കീഴ്പ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വെല്ലുവിളികളെ തരണം ചെയ്ത് ജയാളികളാക്കിയ ദൈവം ആ ദേശം നൽകുന്നുണ്ട്, അവകാശം തരുന്നു. അതിനുവേണ്ടി നമ്മളെ ദൈവം നിർത്തിക്കൊടുക്കുന്നേ. നാം നിന്ന് കൊടുത്താൽ മതി. നമ്മളെ നടത്തുന്ന വിശ്വസ്ത, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അതുപോലെ ഞങ്ങളോട് വെച്ച് മരിച്ചാൽ മതിയായിരുന്നു. വാൾ വീട് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങൾ പറയാ അവിടെ വാളിരിക്കുക. കനാൻ ദേശത്ത് വാള് ഒരു പോയിട്ട് വന്നപ്പോ നിർബന്ധമായ ഒരു പറഞ്ഞ അനാക്കുമല്ലോ അവിടെ വലിയ വാളുണ്ടടാ. നമ്മുടേതാണെങ്കിൽ ഒരു പേനക്കത്തി പോലുമില്ല. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഈ ജനത്തിന്റെ മനസ്സിടിഞ്ഞ് ഒരുങ്ങിപ്പോയി. അവർ നിലവിളിച്ച് കരയുക. നിലവിളിച്ച് ഒരുങ്ങി കരഞ്ഞു പോയതെന്ന് പറയും. വാളുണ്ട്, അവിടെ ആയുധങ്ങളുണ്ട്. നമ്മുടെ കൈവശം ഒരു പേനാക്കത്തി പോലുമില്ല. എന്ത് ചെയ്യും നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാ ഇവരെ അവിടെ എന്ത് ചെയ്തത്? അധൈര്യപ്പെടുത്തി കളഞ്ഞത്. അവിടെ മനസ്സിനെ അധൈര്യപ്പെടുത്തി കളഞ്ഞു. പറയാം, ഒരു കാര്യം ചെയ്യാം, മിസ്സേവിലേക്ക് മടങ്ങിപ്പോവുകയല്ല നമുക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവേദനിച്ച് മിസ്സേവിലേക്ക് മടങ്ങിപ്പോവുക എന്നും അവർ തമ്മിൽ പറഞ്ഞു. അവർക്ക് അത് ചെയ്യുമ്പോൾ തീരുമാനമെടുത്തു. അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ ഈ കനാൻ ദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങള് റോഡ് പോകാം. ഏതായാലും ഞങ്ങള് ഇവിടെ കിടന്ന് മരിക്കാൻ തയ്യാറാകുന്നില്ല, കനാനിൽ പോയി മരിക്കാൻ തയ്യാറാകും. എടാ, നീ ഏതായാലും മരിക്കാൻ പോകുന്നു, നമ്മളെ മുമ്പോട്ട് പോയപ്പോ ഈ മരിക്കാൻ പോകുന്നവർ എന്തിനാ പിന്നെ റോഡ് പോകുന്നതിനാ? അതൊക്കെ ചിന്തിച്ചപ്പോ ഞാൻ ഏതായാലും മരിക്കാനുള്ള ആലോചിക്കും എത്ര നടയത്തരമാണ്. ഇവർ മരിക്കുമെന്നുള്ളത് വിചാരിച്ചുകൊണ്ടാ പുറകോട്ട് പോകുന്നത്. അല്ല, ഈ മരിക്കുമെങ്കിൽ മുന്നോട്ട് പോയാൽ പോലെ അവിടെ ചെന്ന് കിട്ടിയിട്ട് പോയാൽ പോട്ടെ, മരിക്കട്ടെ. ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ധൈര്യം കിട്ടി കഴിയുമ്പോൾ എപ്പോഴും ബുദ്ധി പുറകോട്ടേ അടിക്കും, മുന്നോട്ട് പോകാൻ സമ്മതിക്കും. ആ ഒരു തലവൻ നിശ്ചയിച്ചമായി ഇവർ വിചാരിച്ച് മോശയെ കൊണ്ട് പറ്റത്തില്ല, ഇവനെ കൊണ്ട് പറ്റത്തില്ല, ഇവൻ പറയുന്ന വാക്ക് കേട്ടിട്ട് കാര്യമില്ല, നമുക്കൊരു തലവൻ നിശ്ചയിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ 10 പേര് പോയപ്പോൾ ഇവര് വിചാരിച്ച് സത്യം പറയുന്ന 10 പേരാണ് വിചാരിച്ചത്. മോശയും കാലേബും യോശുവയും അവരൊന്നും ശരിയായിട്ടുള്ള പറയുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ജനം നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അതിന്റെ അകത്ത് വേർതിരിക്കുന്ന ആൾക്കാരുണ്ട് ദേശത്ത്. അപ്പോ ഇങ്ങനെ ഇവിടെ എല്ലാം ഒരുമിച്ച് പറയുമ്പോൾ ഒറ്റയടിക്കാൻ ചിന്തിക്കരുത്. ഇവര് മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ഇപ്പോൾ അവര് മോശയുടെ നേതൃത്വം മാറി മറ്റൊരാളെ തലവനായി നിയമിച്ച് കനാൻ ദേശത്തേക്ക് പോകാനല്ല പറഞ്ഞത്. കനാൻ പറ്റത്തില്ല, അതാക്കിയിരിക്കുന്നത് മോശയെ ദൈവമാക്കിയിരിക്കുന്നത്. കനാൻ ദേശത്തേക്ക് പോകണമെങ്കിൽ മോശയുടെ കൈക്കീഴിൽ പോകണം. അതല്ല, നീ വന്നിടത്ത് മിസ്രൈമിലേക്ക് പോകാനാണെങ്കിൽ മറ്റൊരു തലവനെ കണ്ടെത്തിയാൽ മതി. അതാണ് ഒരു പറഞ്ഞത്. നമുക്ക് തലവൻ നിശ്ചയിച്ചനുസരിച്ച് മടങ്ങി പോകാം. അപ്പോൾ മോശയും അവരോടും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന് മുമ്പാകെ കമന്നു വീഴും. ദേശത്ത് 101 മകൻ യോശുവയും യവനയുടെ മകൻ കാലേബും മോശെയും സർവസ്വരം പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകും. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവിടെയാണ് ദൈവാലോചന നാം പറഞ്ഞിരിക്കുന്നത്. കിട്ടുമെന്നൊന്നും പറഞ്ഞില്ല, കൈവശമാക്കുമെന്നും പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾ കൈവശമാക്കാതെ ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇത് വന്നിട്ട് അവർ പറയുകയാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ
പാലും തേനും മുഴുവൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. സ്തോത്രം സ്തോത്രം. എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമേ, നിനക്ക് എന്നിൽ പ്രസാദം തോന്നിയാൽ കർത്താവേ, എനിക്ക് ആ വാക്തത്വം പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിൽ പ്രസാദമല്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ വാക്തത്വം പ്രാപിക്കാതിരിക്കുന്നത്. അതിനുവേണ്ടി കരയേണ്ടത്, അതിനുവേണ്ടി കുത്തിന്ന് കരയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അങ്ങേക്ക് എന്നിൽ പ്രസാദം തോന്നണമേ. ഞാൻ പിറുപിറുക്കല്ല ചെയ്യേണ്ടത്, കുറ്റമാലോചിക്കല്ല ചെയ്യേണ്ടത്, മടങ്ങിപ്പോകുവാൻ തലവനെ വേറെ ആളെ കണ്ടുപിടിച്ച് പുറകോട്ട് പോകുകയല്ല ചെയ്യേണ്ടത്. ഒരു മനസ്സ് മാനസാന്തരമാണ് ആവശ്യം. പറയുക എത്ര നല്ല രീതിയിൽ സംസാരിച്ചത്. ഞങ്ങൾ സഞ്ചരിച്ചു നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകും. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലത്തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്കിരയാകുന്നു. അവരുടെ ക്ഷണം പോയിപ്പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഭയപ്പെടുന്ന സന്ദർഭങ്ങളോ വിഷയങ്ങളൊക്കെ വരുമ്പോഴും ദൈവത്തിന് പ്രസാദം ഉണ്ടെങ്കിൽ ദൈവം നൽകുമെന്നും പറയാൻ ഞങ്ങൾ ദൈവത്തോട് മത്സരിക്കത്തില്ല. ജനത്തെ ഭയപ്പെടരുത്. അവർക്ക് നമുക്ക് ഇരയാകുന്നു. അതായത് നീ രോഗത്തെ നീ ഭയപ്പെടരുത്. നീ കടഭാരത്തെ ഭയപ്പെടരുത്. ഒന്നിനെയും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. എന്ത് വിഷയമാണത് ഭയപ്പെടരുത്. നമ്മുടെ മനസ്സിടിഞ്ഞു പോയി പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് വരരുത്. അവർ നമുക്കറിയാമോ, അവരുടെ ശരണം പോയി പോയിരിക്കുന്നു. അവരുടെ ശരണം പോയി അവിടെ ആശ്രയം പോയി. ദൈവം അയച്ച 12 പേർ അവിടെ കാല് കുത്തിയപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് അതിന്റെ അടിത്തറയിളകി പോയി. ഇന്ന് പകർച്ച ആത്മാവിന്റെ ദൂത് കാണുകയാണ്. അതെ, ദൈവം അയച്ച കനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്ന ദൈവം മിസ്രൈമിൽ നിന്ന് അബ്രഹാമിന്റെ സന്തതിയെ പ്രവാസകാലം കഴിഞ്ഞവരെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അവിടുന്ന് 12 പേരെ കനാൻ ദേശത്ത് കാലുകുത്തിച്ചപ്പോൾ അവിടെ വ്യാപരിച്ചിരുന്ന പൈശാചിക ആ മ്ലേച്ഛതയുടെ അതിൻ്റെതായിട്ടുള്ള സകല അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയാറ്റുന്നു. ദേശം അവരെ ശ്രദ്ധിച്ചു കളയുവാൻ ഒരുങ്ങി. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനം അത് കൈവശമാക്കാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ദേശത്തിന്റെ ശക്തി ഇളകുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് പ്രാപിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയായി 10 പേരുടെ കൂടെ ആ ശക്തി കൂടിയത്. മനസ്സിലായോ? മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായെങ്കിൽ ഞാനതിനെ വിസ്തരിക്കുന്നില്ല. ഈ 11 പേർ അവിടെ ചെന്നു. അവരവിടെ ചെന്നത് മുഖാന്തരമായി ദേശത്തിന്റെ ശക്തികളെ മനസ്സിലായി. ദൈവം അയക്കുന്ന ഒരു വിശുദ്ധ ജനം കടന്നു വരുന്നുണ്ട്. അവർ അതിനെ കൈവശമാക്കും. ദൈവത്തിന് വേണ്ടി ദൈവം നയിക്കുന്ന ജനമാ അവിടെ വരുമെന്നുള്ളത് ദേശത്തിന് മനസ്സിലായി. ആ ദേശത്തിന് സന്തോഷമായി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനത്തിന് മനസ്സിലായില്ലെങ്കിൽ കനാൻ ദേശത്തിന് സന്തോഷമായി. ദൈവം അയച്ച 12 പേർ അവിടെ എത്തിയപ്പോ അവിടെ വ്യാപരിച്ച അന്ധകാര ശക്തിക്ക് മനസ്സിലായി ഇനി അധികം നാൾ അവിടെ ഇല്ല. ദൈവത്തിന്റെ ആരാധന അവിടെ ഉയരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പോയ 10 പേരിൽ അവിടെ വ്യാപരിച്ചെന്ന ആ നിരാശയുടെ ശക്തി അവരെ പിടിക്കാനിടയെത്തുന്നതാണ്. നിരാശയുടെ വാക്കുമായി അവർ മടങ്ങി വന്നത്. പോയപ്പോൾ ശക്തന്മാരായിട്ടാ പോയത്, പ്രമാണികളായിട്ടാ പോയത്. മടങ്ങി വന്നപ്പോൾ ഭീരുക്കളായിട്ടാ 10 പേർ മടങ്ങി വന്നത്. കാരണം ആ ദേശത്തിന് വ്യാപരിച്ച് നിളങ്ങിയ പോലുള്ളവരെ സ്വാധീനിച്ചതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വാധീനിക്കുന്ന ഒരു പൈശാശക്തിയും നമ്മുടെ സ്വാധീനിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എപ്പോഴും സ്വാധീനിച്ചു. കാലേബിലും അത് വ്യാപരിക്കാതിരുന്ന ദേശം നല്ലതാ. ദൈവം കാലത്തേന് ഒഴുകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. വിശ്വസി ദൈവത്തിന് സത്യത്തിന് ഇന്നാളെ അവരെ കല്ലെറിഞ്ഞ സഭയെല്ലാം പറഞ്ഞു. ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലും എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഇസ്രായേൽ ഒരുങ്ങി. ദൈവം അതുപോലെ ഇടപെടാൻ നിൽക്കുകയാണ്.
യോശുവെ കാലേബിനെ കല്ലെറിഞ്ഞു. അത്ര ആൾക്കാരുണ്ടോ? ഇവര് വിചാരിച്ച് ഈ രണ്ടെണ്ണം പറയുന്നത് ഞങ്ങളെ അവിടെ കൊണ്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇമാരെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താനും കുഴപ്പം വരത്തില്ലോ. അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് കല്ലെറിഞ്ഞവരെ ഇവനാരെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. സഭയെല്ലാം കൂടി പറഞ്ഞു, ഈ സത്യം പറയുന്ന അവർക്കത് അറിയത്തില്ലല്ലോ, അങ്ങനെയാണല്ലോ, സത്യം പറയുന്നതിനെ കല്ലെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ്. സത്യം വിളിച്ചു പറയുന്നവനെതിരെ കല്ലെറിയുവാൻ ജനമൊരുങ്ങുമ്പോൾ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അറിയാതെ ഒരു കല്ല് പോലും ദൈവം തന്റെ ഭക്തന് നേരെ അയക്കാൻ സമ്മതിക്കുകയില്ല. കൊണ്ടാകും ഭയപ്പെടാതെ സത്യം വിളിച്ചു പറയുന്നത്. ഈ ലക്ഷക്കണക്കിനുള്ള ഇസ്രായേൽ ജനമെല്ലാം ഒരുമിച്ച് കൂടി രണ്ടുപേർക്കെതിരെ കല്ലെറിയണമെന്ന് സഭ കൂടി തീരുമാനിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. ദൈവ തേജസ് പ്രത്യക്ഷമാകുമെന്ന് നീ ഭൂരിപക്ഷത്തെ കണ്ട് നീ പേടിക്കണ്ട. ദൈവസത്യത്തിന് വേണ്ടി നിന്നാൽ നിന്നെ കല്ലെറിയണമെന്ന് ജനം വിചാരിച്ചാലും അത് സാധിക്കത്തില്ല. ദൈവ തേജസ്സിന്റെ സംരക്ഷണോടെ വെളിപ്പെടുമെന്ന് ഇതിലൂടെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ദൈവദൂതൽ മറഞ്ഞിരിക്കൊണ്ട് ദൈവമറിയാതെ നിന്റെ ദേഹത്തൊരു കല്ല് വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കല്ലുകൾ പെറുക്കിക്കൂട്ടി എറിയാൻ വേണ്ടി ഒരുങ്ങുന്നപ്പോൾ സ്വർഗത്തിന് മനസ്സിലായി ഇപ്പോൾ എറിയും. ഈ യോശുവയെ കാലേബിനെയും കല്ലെറിഞ്ഞ് കൊന്നുകളയും. ഒരു നിമിഷം പോലും വേണ്ട അവർക്ക് നശിപ്പിച്ച് കളയാൻ. പക്ഷേ ദൈവം ആ സമയത്ത് തന്റെ തേജസ്സോടെ വെളിപ്പെടുത്തി രക്ഷിച്ചതുപോലെ ദൈവം ചില തേജസ്സിറക്കി ദൈവത്തിന്റെ പ്രവൃത്തി ഇറക്കി വിടിവിക്കുന്ന സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇടപെടേണ്ട സമയത്ത് ഇടപെടുമെന്ന് മൗനമായിട്ടിരിക്കില്ലെന്ന് ദൈവം അവരെ സംരക്ഷിക്കാൻ വേണ്ടി ജനത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി മോശയെ കൊണ്ട് പറ്റത്തില്ല. മോശ പറഞ്ഞാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് സ്വർഗം ഉടനടി പ്രവർത്തിച്ചത് ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ തേജസ്സിറങ്ങിയ സമയത്ത് തേജസ്സിറക്കി നമ്മളെ വിടിവിക്കും. യോശുവേ കാലവേ, നിങ്ങൾ ജീവനോടിരുന്നത് നിങ്ങൾ കനാൻ ദേശത്തെത്തണം. അതുകൊണ്ട് ദൈവം അവരുടെ കല്ലിലേൽപ്പിച്ചു കൊടുത്തില്ല. എന്റെ വയസ്സിലെ കരങ്ങൾ സ്തോത്രം ചെയ്താൽ എല്ലാവരും കരങ്ങൾ സ്തോത്രം ചെയ്താൽ ഒരുപാട് പേര് കല്ലെറിയാൻ ഒരുങ്ങിയതാ, നശിപ്പിക്കാൻ നോക്കിയതാ, സത്യനാക്കാൻ ശ്രമിച്ചതാ. പക്ഷേ നീ നടന്നതുകൊണ്ട് ദൈവം അവരുടെ കല്ലിനിരയാക്കി കൊടുത്തില്ല, അതിനിരയാക്കി കൊടുത്തില്ല, അതിന് ദൈവം സമ്മതിച്ചു കൊടുത്തില്ല. ഈ ഒരു സന്ദർഭം ഞാന് പറഞ്ഞപ്പോൾ തന്നെ എത്ര സമയമായി എനിക്ക് ഇതിൽ തന്നെ നിന്ന് തന്നെ സംസാരിച്ചു പോകണമെങ്കിൽ സമയം കൂടുതൽ. പക്ഷെ ഞാൻ ഒരു ഭാഗം കൂടി എടുക്കണം. വാക്കുകൾ, നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ദൈവഗതമില്ലാത്ത വാക്കുകൾ, ദൈവപ്രസാദമില്ലാത്ത വാക്കുകൾ നമ്മെ പിന്മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ പെട്ടുപോകൽ ഒറ്റയ്ക്കാണെങ്കിൽ നിന്നോണം. ആര് കൂടെയില്ലെങ്കിലും സത്യത്തിന് വേണ്ടി നിന്നുകൊള്ളണം. കല്ലെറിയുന്നവർ കല്ലെറിയുവാൻ വേണ്ടി ശ്രമിച്ചാലും ദൈവം അറിയാതെ യോശുവയുടെയും കാലേബിന്റെയും ദേഹത്തിൽ കല്ല് വീഴുവാൻ ദൈവം സമ്മതിച്ചില്ല. നമ്മുടെ സമയത്ത് വരുന്നത് മനസ്സിലായി. ഇവരിവിടെ കണ്ടത് അവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള ദുർവർത്തമാനം പറഞ്ഞ് ദൈവം ഒരുക്കി കൊടുക്കുന്ന കനാൻദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോയതാണെങ്കിൽ മറ്റൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും യോശുവയുടെ പുസ്തകത്തിലാണ്. യോശുവയുടെ പുസ്തകം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോശുവയും കൂട്ടരും കാലേബൊക്കെ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ദൈവം അവർ പോയ ദേശത്തേക്ക് അവിടെ കൊണ്ടുപോയി എത്തുന്നു. അതിനുശേഷമായി മറുകര കടന്നവർ അവര് അപ്പുറം കടന്നു. അതിനുശേഷമായി ഈ എരികോ പട്ടണം അതിലും വീണു. അതിനുശേഷം യോശുവ കാര്യം ചെയ്തു.
യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക് ബേഥവാന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ചവരോട് നിങ്ങൾ നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായി ഉറ്റുനോക്കി. അപ്പൊ ഇവിടെ ശക്തി പ്രാപിച്ച് വലിയ യെരിഹോ കോട്ട ഇടിച്ചു കളഞ്ഞ ജനത്തിന്റെ അകത്ത് നല്ലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. വിശ്വാസം വർദ്ധിച്ചിരിക്കുക. അതെല്ലാം കണ്ട് ആകപ്പാടെ വിശ്വാസത്തിൽ തീർത്തിരിക്കുക. മനസ്സിലായോ? രണ്ടനുഭവം. ഒന്ന്, സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശരായി വെട്ടിക്കിളികളെ പോലെ ലജ്ജിച്ചിരിക്കുന്ന കൂട്ടം. മറുഭാഗത്ത് ഈ യെരിഹോ മതിലൊക്കെ വീണത് കണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് നേടാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശ്വാസത്തിന്റെ വലിയ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ യെരിഹോ മതിൽ വീണതല്ലേ, അതവിടെ കണ്ടാൽ കണ്ടതല്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവർക്കൊക്കെ വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. വലിയ പ്രത്യാശയായി. പുതിയ തലമുറയാണ്, പണ്ടത്തെ തലമുറയല്ല, അത് പോയി. അതിനകത്ത് ഉണ്ടായിരുന്നത് യോശുവയും കാലവും മാത്രമേ ഉള്ളൂ. യെരിഹോ വീണപ്പോ കണ്ടത് അത് മാത്രമേ ഉണ്ടായിരുന്നു. ഈ യോശുവ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഹായി പട്ടണം പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നോക്കാൻ വേണ്ടി സംഖ്യാപുസ്തകം അയച്ച പോലെ തന്നെ യോശുവ രണ്ടുപേരെ അയക്കുക. ഇവര് പോയി വന്നിട്ട് പറഞ്ഞു, മറ്റൊരു പോയി വന്ന നേരെ വിരുദ്ധമായ കാര്യമാണ്. ചെന്ന് ദേശം നോക്കിയെന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായി നോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട് ജനമെല്ലാം പോകണമെന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-3000 പോയാൽ മതി. സൗജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. ഈ ശത്രുവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതിന് കാരണം കഴിഞ്ഞ ദിവസം അവർ യെരിഹോ മതിൽ വീണതിന്റെ ആ ശക്തിയും സന്തോഷവും ആത്മവും ഒക്കെ കേട്ട് ഞങ്ങൾ യെരിഹോവിനെ ചുറ്റാണെന്ന് വീണല്ലോ എന്നുള്ള വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെറുതായി കാണാൻ തുടങ്ങി. മറ്റുള്ളവരെയൊക്കെ നിസ്സാരമായി കാണാൻ തുടങ്ങി. അതിനുമ്പായി കാരണം കൂടിയുണ്ട്. ശബ്ദാത്മക വസ്തു അടക്കി വെച്ചുകൊണ്ട് പരാജയപ്പെടാൻ കാരണമായി തീർന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഇവരെ പഠിപ്പിക്കുകയും കൂടി ചെയ്തു. ഇവരൊട്ട് നോക്കിയിട്ട് വന്ന് പറഞ്ഞത്, അത് ചെറിയ കാര്യമാണ്. മറ്റവര് പോയി കനാദേശത്തോടെ വന്നത് സാധിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഇവരെന്താ പറഞ്ഞത്? സാധിക്കുമെന്നാ പറഞ്ഞത്. സാധിക്കും, ഇന്ന് കഷ്ടപ്പെടുന്നല്ല. അവൾ ആശ്ചര്യമാത്ര എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. അവർ ഹായ് പട്ടണക്കാർ മുമ്പിൽ തോറ്റുപോയി. ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ഷെബാരിയും വരെ പിന്തുടർന്ന് മറിഞ്ഞു തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തെ ഹൃദയം ഒരുങ്ങി വെള്ളം പോലെ ആയിരുന്നു. ഈ അവര് പോയി മടങ്ങി വന്ന ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ നിസ്സാരമാണ്. ഈ ഹായ് പട്ടണം നിസ്സാരമാണ്. ഒരു പ്രശ്നമില്ല, ഒരു വിഷയമുള്ള കാര്യമല്ല. അതെ, ഇസ്രായേലിൽ നിനക്കത് വിഷയമുള്ള കാര്യമല്ല. നീ വിശുദ്ധിയിലാ ജീവിക്കുന്നെങ്കിൽ, ദൈവത്തിന് പ്രമാണത്തിൽ നിൽക്കുന്നെങ്കിൽ അത് മതിയായിരുന്നു. അത് മതിയായിരുന്നു. പക്ഷേ ഇവർക്കറിയത്തില്ലല്ലോ അതിൽ മറിഞ്ഞിരിക്കുന്ന അശുദ്ധി എന്താണെന്ന് അറിയത്തില്ല. ഇസ്രായേലിന്റെ പാളയത്തിൽ ദൈവത്തിന്റെ കോപം ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. നമ്മൾ പണ്ടത്തെ സാക്ഷ്യങ്ങളൊക്കെ മുറുകെ പിടിച്ചു നിൽക്കുമ്പോൾ ചോദന ചെയ്യണം, ഇപ്പോൾ എന്റെ പാളയം ശുദ്ധിയുള്ളതാണോ? പണ്ടത്തെ സാക്ഷ്യം യെരിഹോ മതിൽ വീണതാ, ശരിയാണ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം സാക്ഷ്യമാണ്. പക്ഷെ അടുത്ത ദിവസം ഹായിൽ തോൽവിയാണ്. നോക്കാൻ പോയിട്ട് വന്ന് പറഞ്ഞവര് അവിടെ കുഴപ്പമൊന്നുമല്ല. ഇവിടെയും നോക്കാൻ സാധിക്കുന്നത് ധൈര്യത്തിന്റെ വലിയ വാക്ക് പറഞ്ഞു. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചില്ല. ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു കാര്യവും തീരുമാനമെടുക്കരുത്. ഇവര് പറഞ്ഞില്ല, നമ്മുടെ ഇത്രയും പേര് പോകണ്ട, ദൈവത്തിന്റെ ഹിതമെങ്കിൽ 2000-3000 പോയെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം കൂടെ തന്നെ. ഈ ദൈവഹിതം എന്നുള്ള വാക്ക് വിശ്വാസി ഞങ്ങൾ വിട്ടുകളയും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണ്ട ഒരു വാക്കായിരിക്കണം ദൈവഹിതം. എല്ലാരും പറഞ്ഞോട്ടെ, ദൈവഹിതം കർത്താവേ നിന്റെ ഹിതം, എന്റെ ഹിതമല്ല നിന്റെ ഹിതം. നീ പക്ഷേ നിസ്സാരമായി കാണുന്ന ഒരു രോഗം പോലും
ഭീകരമായി തീരാം. ഓ, ചെറിയൊരു കാര്യം പോലും ഭീകരമായി തീരാം. ദൈവമേ, നിന്റെ ഹിതം അതിൽ ഉണ്ടായി എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നാം പറയണം. ഇതെത്ര പറയുന്നത് നമ്മൾ ചെറുതായിട്ട് കാണുന്ന ചില വിഷയം കാണും. വളർന്ന് വലിയൊരു വിഷയമായി വരുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞങ്ങളത് കാണുന്നു, കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു, വലിയ വിഷയമായി തീരാതിരിക്കുവാൻ ദൈവഹിതം അതിന്മേൽ വ്യാപരിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെന്ന് പകർച്ചവരുടെ സംഭവിക്കാൻ പോവുകയാണ്. പുതുതായിട്ട് ഉയർന്നു പോയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വലുതായി തീരാതിരിക്കുവാൻ ഇന്ന് പകർച്ചവ ദൈവാത്മാവിന്റെ ശക്തിയുള്ള വചനമയച്ച് ആ വിഷയങ്ങൾ ഇല്ലാതാക്കി തീർക്കുകയാണ്. ഉരുണ്ടുപോയിരിക്കുന്ന ചില വിഷയങ്ങൾ അത് പ്രശ്നമായി തീരാതിരിക്കുവാൻ ദൈവാത്മാവിൽ ഇന്ന് പകർച്ചവ ജയമെടുത്ത് പ്രാർത്ഥിക്കണം, ജയമെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ചെറിയൊരു കാര്യമാണ് എരികോവിനെ ആകളം മോദി തള്ളിയിടാൻ കഴിഞ്ഞെങ്കിൽ ഹായ് ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഈ ചെറിയ കാര്യം ഇതിന്റെ പരാജയത്തിന് കാരണമായി തീരാം ദൈവകരാജയമായി. സ്വന്തം കഴിവുകൊണ്ടല്ല ഞാൻ നിങ്ങളും ജയിക്കുന്നത്. അത് ചെറിയ വിഷയമാണെങ്കിൽ പോലും നിന്റെ കഴിവുകൊണ്ട് നീ ചെയ്യാമെന്ന് വിചാരിക്കരുത്. രഹസ്യം ദൂത് മനസ്സായ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വലിയ പ്രശ്നം കാലം വരുമ്പോൾ ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സാധിക്കും. മറുഭാഗത്ത് ഈ വിഷയത്തെ ചെറുതായി കണ്ടുകൊണ്ട് പറയാൻ പാടില്ല. എക്കോ വരുന്നുണ്ടെന്ന് നോക്കുന്നത് എക്കോ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ദൈവസമെങ്കിൽ അത് അവര് പോയി അവരുടെ സ്വന്തം കഴിവിൽ തന്നെ ആശ്രയിച്ചു. അവരൊന്നും ചിന്തിച്ചില്ല. അത്ര ചെറിയ കാര്യമല്ലേ, വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ വയ്ക്കുക? വലിയൊരു വിഷയമാണ്. നമ്മൾ കുത്തി ഒരുപാട് സമയം പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവേ. ചെറിയൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പോലുമില്ല, നന്മ ചെയ്താൽ വിചാരിക്കും. ഇതാണ് പരാജയം. നിന്റെ വലിയ വിഷയത്തിന് മുമ്പ് നീ തലമുത്തിക്ക് ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷേ നീ കാണുന്ന ചെറിയ വിഷയം പരാജയമായി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ പോകുന്നുണ്ടോ? സ്തോത്രം. എനിക്കും നിങ്ങൾക്കും ചെറുതാകട്ടെ വലുതാകട്ടെ എന്ന ദൈവത്തെ അതെ ഒന്നും കഴിയുകയില്ല. കർത്താവെ അങ്ങേ കൂടാതെ എനിക്കൊന്നും കരുതി ഹായി പൊട്ടണം ദൈവമേ നിന്റെ ഹിതമല്ലാതെ എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ്. പക്ഷെ ഒരു തോറ്റോടി ജനം അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഒരുകി വെള്ളം പോലെ ആയിട്ട് ഈ എരികോ പട്ടണം കീഴടക്കി നശിപ്പനവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ ജനത്തെ യോദാനികളെ കൊണ്ടുവന്നത് ഞങ്ങൾ യോദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായി. ലജ്ജിച്ച് തല താഴ്ത്തി പരാജയമാനിക്കുന്ന യോശുവ ദൈവത്തോട് പറഞ്ഞു, എരിഹോ കീഴടക്കിയ വലിയ ജയഘോഷമൊക്കെ ഞാൻ കേട്ടത്, മറ്റുള്ള രാജ്യക്കാരെല്ലാവരും കണ്ടതും കേട്ടത്. ഇപ്പോൾ ദൈവമേ ഞങ്ങളുടെ ആ വിജയമൊന്നും വലുതല്ല. ഇപ്പോൾ ഞങ്ങളുടെ പരാജയം സകല മനുഷ്യരും അറിയും. ഞങ്ങൾക്ക് എതിർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വലിയ സാക്ഷ്യത്തിന് മുമ്പായി ഇത് വീഴുന്നതിന് മുമ്പായി നിങ്ങളെ അവിടെ ഞാൻ പറയാൻ പാർത്താൻ മതിയാണ്. സമയം നിങ്ങൾ ഒരുപക്ഷെ എരികോവിന്റെ മതിൽ വീഴുന്ന പാട്ടുപാടി ആത്മാവിലാകാറുണ്ട്. പക്ഷെ എരികോവിന് ശേഷമുള്ള കായെ ചോത്താനും നിലവിളിക്കാറില്ല. എല്ലാം വേണം പറയാ. എനിക്കത് വേണ്ടായിരുന്നു ചോദാൻ അക്കരെ പാർക്കുന്നെങ്കിൽ മതിയായിരുന്നു. ഞങ്ങളുടെ കിടന്നിട്ടും പ്രശ്നങ്ങളാണ്.
യോർദാൻ കടന്നിട്ടും പ്രശ്നങ്ങളാ. യോർദാൻ കടക്കാതെ മരുഭൂമിയിലായിരുന്നെങ്കിലും മതിയായിരുന്നു. വളരെ കഥാവെ ലജ്ജിക്കുവാൻ, പരാജയപ്പെടുവാൻ, മറ്റുള്ള അവമാനം പറ്റുവാൻ ഇടയാകരുതേ, ഇടയാക്കരുതേ. ഇത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയത്തെ പകർന്നു. മറ്റാരുടെ മുമ്പിൽ ഹൃദയം പകർന്നു. ദൈവത്തിൽ വിളിച്ചു പറഞ്ഞു. ദൈവത്തിൽ നമ്മൾ പരാജയം പിടിച്ചു അറിയാമറിയാതെ ഈ യോശുവയല്ലേ പറഞ്ഞത്, നമ്മളത് കൈവശമാക്കും, നമ്മുടെ ചെല്ലുന്നൊക്കെ പറഞ്ഞു നയിക്കുന്ന ജനതയുടെ തലവനായ യോശുവ നിൽക്കുമ്പോൾ അവന്റെ സ്തുതി ദേശത്തെല്ലാവരും പറഞ്ഞു. എന്റെ 6-ാം വാക്യം കേട്ടത് അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തെല്ലാവരും പറഞ്ഞു. യോശുവ നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കീർത്തി പറഞ്ഞതാ. ഇന്ന് പരാജയത്തിന്റെ ലെറ്റ മുടിയിരിക്കുകയാണ്. ഇന്ന് പകൽ സമയം ദൈവാത്മാവ് കരഞ്ഞു വിലപിച്ച് ദൈവത്തിൽ വീണടക്കുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. സാക്ഷ്യം കൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ല. വളരെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ നിന്റെ സ്വന്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് പരാജയമാണ്. ശബ്ദങ്ങൾക്ക് പുറക്കാത്തിയ ശേഷം ഞാൻ എന്ത് പറയും? കീർത്തി പറഞ്ഞതാ. ദൈവമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ദൈവം മാറിപ്പോയിട്ടില്ല. ദൈവം മാറിയില്ല. പരാജയമുണ്ടെങ്കിൽ തെറ്റിപ്പോയ പരാജയം വരും. നീതിയുടെ ദൈവമാണ്. പറഞ്ഞാൽ ദൈവപ്രമാണത്തിനനുസരിച്ചാൽ നിൽക്കുന്നെങ്കിൽ നിനക്ക് വലിയ വിഷയം പ്രശ്നമല്ല. ദൈവപ്രമാണത്തിനനുസരിച്ചല്ല നിൽക്കുന്നെങ്കിൽ ചെറിയ വിഷയം നിനക്ക് വലുതായി മാറും. വിളിച്ചു പറയാം. ദൈവപ്രമാണത്തിനനുസരിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഏത് വലിയ വിഷയത്തെയും ഇല്ലാതാക്കി ദൈവം നമ്മളെ ശക്തീകരിച്ച് ദൈവപ്രമാണത്തിൽ നിൽക്കുന്നവരെ കൊണ്ടുവരും. എന്നാൽ ചെറിയ വിഷയമാണെങ്കിൽ ദൈവത്തിന് പ്രകാരമല്ല, ദൈവത്തിന്റെ നല്ല നീങ്ങുന്നെങ്കിൽ ആ ചെറിയ വിഷയം വലിയ പരാജയത്തിനും ലജ്ജയ്ക്ക് കാരണമായിത്തീരും. ഞാൻ എന്ത് പറയുള്ളൂ? കനാന്യൻ ദേശവാസികളൊക്കെ കേട്ടിട്ട് ഞങ്ങളെ ചുറ്റും ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ പേർ വായിച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മകളുടെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. ഈ യോശുവ പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചു. എരികോ വീണപ്പോൾ വിചാരിച്ചത് നിസ്സാരമാണ്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമം നിമിത്തം. നമ്മൾ ആ സംഗീതം വായിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കും. അതെ, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ വിശ്വസ്ത നിമിത്തം നാമത്തിന് തന്നെ മഹത്വം വരുത്തണം. യോശുവേ, നിന്റെ മഹത്വത്തിനല്ല, നിന്റെ കീർത്തിക്കല്ല. ഓഹോ, ഇന്ന് പകൽ സമയം എന്റെ നിങ്ങളുടെ കീർത്തിക്ക് വേണ്ടിയല്ല. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ദൈവം ഇസ്രായേലിനെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യണമേ എന്ന് യോശുവ പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു. യോശുവ പറഞ്ഞു, ദൈവമേ, എന്നാ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു. അതെ കർത്താവേ, നിന്റെ നാമം ഞങ്ങൾ വിളിക്കപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് പരാജയങ്ങളുണ്ട്. ഞങ്ങൾ പലപ്പോഴും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ലക്ഷണങ്ങൾ
കാണുമ്പോൾ ചെറുതാണെന്ന് വിചാരിക്കാതെ ദൈവത്തിന്റെയും വീട് കടപ്പാൻ എന്ന പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്കെല്ലാം യഹോവയെ നാമത്തെ കരയറ്റ കടന്നു ദൈവം വിശ്വസ്തൻ ഞങ്ങൾക്ക് ഭാവി ജീവിക്കുന്നതിന്റെ ദൈവം വിശ്വസ്തൻ ദിവസം എല്ലാവരും സമയം Hallelujah. Hallelujah. അപമാനമാക്കിയും ശക്തി വേണം ധ്യാനിച്ചുകൊണ്ട് നിസ്സാരമായി കണ്ടു പ്രമാണമില്ലാതെ നിസ്സാരമായ കാര്യങ്ങൾ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഇതാണ് ദൈവപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാമെങ്കിൽ ദൈവത്തിന്റെ നാമോത്തിനോട് ജീവിക്കാമെങ്കിൽ മുതലാകട്ടെ ചെറുതാകട്ടെ ഒരു വിഷയവും നമുക്ക് അനർത്ഥമായി തീരുകയില്ല യുവജനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.